പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ലോകത്തെ ഏറ്റവും പരമോന്നതമായ സംസ്കാരം പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞേക്കപ്പെട്ടത്. എല്ലായിടത്തും സംസ്കാരമാണ്. കുല്ലു സുലൈമാനിൻ നാസി അലൈഹി സദഖ, മനുഷ്യ നിന്റെ ശരീരത്തിലുള്ള സകലമായ നാഡീ ഞരമ്പുകളും നിനക്ക് ദാനമാണ്. നമ്മുടെ എല്ലാ ശരീരാവയവങ്ങളും ലോകത്തിന്റെ മുമ്പിലെ കോൺട്രിബ്യൂഷനാണ്. നല്ല ഒരു വാഗ്ദാനം. ഈ പ്രളയത്തിന്റെ മഹാദുരിതങ്ങളുണ്ടായ സാഹചര്യത്തില് പാവപ്പെട്ടവന് വേണ്ടി, കഷ്ടപ്പെടുന്നവന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമദാനം, ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ദാനാണിത്, ശ്രമദാനം. അള്ളാഹു നമുക്ക് ഒരുപാട് കഴിവ് തന്നിട്ടുണ്ട്. നമ്മുടെ ആ കഴിവുകളെ പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മളൊന്ന് ഉപയോഗിക്കുക. ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിലെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് അതിലെ മതവും ജാതിയും ഒന്നുമില്ല, എല്ലാ വിഭാഗാളുകളും കൂടി മനുഷ്യന്മാർ എന്നുള്ള പേരിന്റെ പദപരിധിയിൽ ആരൊക്കെ വരുമോ അവരൊക്കെ കൂടി ഒരു 5-6 ചെറുപ്പക്കാർ കൂടിയിട്ടൊന്ന് തീരുമാനിച്ചു, നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മോട്ടോ ഇതാകണം, കോഴിക്കോട് ഒരുപാട് മാനസിക രോഗികളെ പ്രവേശിപ്പിച്ച സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്, കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം. ആ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ്. അത് പരിഹരിക്കണം. കട്ടിലുകൾ പലപ്പോഴും ദ്രവിച്ചു പോയിരിക്കുകയാണ്. അവർ കിടക്കുന്ന സ്ഥലങ്ങളെ മലീമസമായിരിക്കുകയാണ്. അതിന്റെ പാർശ്വഭാഗങ്ങളിൽ എല്ലാം കളവന്ന് പുല്ലും കൂലും നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒന്ന് വൃത്തിയാക്കണം. തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ നന്നാക്കണം. അതുകൊണ്ട് കാർപ്പന്റേഴ്സിന് ആവശ്യമുണ്ട്, കൂലിപ്പണിക്കാരെ ആവശ്യമുണ്ട്, തൊഴിലാളി ആവശ്യമുണ്ട്, പടപറിയുന്നവരെ ആവശ്യമുണ്ട്, വാർപ്പിന്റെ പണി അറിയുന്നവരെ ആവശ്യമുണ്ട്, ഇലക്ട്രീഷ്യന്മാര് വേണം, പ്ലംബേഴ്സ് വേണം. വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്യങ്ങൾ അങ്ങോട്ട് പോയി. ഈ കഴിവുള്ള ആളുകളൊക്കെ തന്നെ ടൂൾസും എക്യുപ്മെന്റ്സും ഒന്നും എടുക്കണ്ട, അവരുടെ ആ കഴിവുമായിട്ട് കോഴിക്കോട് അടുത്ത ഞായറാഴ്ച 6 മണിക്ക് പ്രഭാതത്തിൽ എത്തിച്ചേരുക. 100 കണക്കിന് ചെറുപ്പക്കാർ കഴിഞ്ഞ ആ ഞായറാഴ്ച അവിടെ എത്തിച്ചേർന്നു. എന്നിട്ടോ അവരുടെ ഈ കൂട്ടായ്മയുടെ അഡ്മിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഞാനൊരു ആശാരിയാണ്, എനിക്ക് ആശാരി പണി അറിയും. അവന്റെ കയ്യിൽ ടൂൾസ് എടുത്തു കൊടുത്തു. എവിടൊക്കെയാണ് ഈ സാധനങ്ങൾ ശരിയാക്കേണ്ടത്, ഫർണിച്ചേഴ്സ് ശരിയാക്കേണ്ടത് കാണിച്ചു കൊടുത്തു. ഒരു 5-6 ആശാരിമാര് ശ്രമദാനത്തിന് വേണ്ടി കടന്നു വന്ന യുവാക്കൾ അവരെ പണിയെടുത്തു. കൂലിത്തൊഴിലാളികൾ അത് ചെയ്തു, തേപ്പും പടവും അറിയുന്നവർ അത് ചെയ്തു, പ്ലംബേഴ്സ് അത് ചെയ്തു, ഇലക്ട്രീഷ്യന്മാർ അത് ചെയ്തു. എല്ലാവരും അവർക്കറിയുന്ന ശ്രമം ദാനം ചെയ്തു. ഒരു വോളണ്ടിയറി പ്രവർത്തനം അവിടെ നിർവഹിച്ചു. സന്ധ്യാനേരം മുതൽ പ്രഭാത നേരം മുതൽ സന്ധ്യാനേരം വരെ ഇവർ ചെയ്ത സുഹൃതത്തിന് സർക്കാർ സംവിധാനം പോലും തോറ്റുകൊടുക്കുന്ന സുഹൃതം എന്ന് ബന്ധപ്പെട്ടവർ ഓമന പേര് നൽകി. കാരണം ഒരു മാസം ഒരു സർക്കാർ അധ്വാനിച്ചാൽ ചെയ്യാൻ പറ്റാത്ത പണിയാണ്. ഒറ്റ ദിവസം കൊണ്ട് ശ്രമദാനത്തിലൂടെ ചുറുചുറുക്കുള്ള രക്തം ത്രസിക്കുന്ന ചെറുപ്പക്കാർ ചെയ്തു പോയത്. നമുക്കൊരുപാട് ധർമ്മമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ധർമ്മം അതാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ആ മുഹമ്മദ് നബിയെ ചരിത്രത്തിലൂടെ വായിച്ചതിന്റെ ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും കവിത പാടിയത്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാൻ നബി മണിമുത്തുരത്നമോ. ഇന്ന് ശ്രീ ഗുരുദേവൻ പരിശുദ്ധ റസൂലിന്റെ ചരിത്രം പഠിച്ചിട്ട് കവിത പാടുകയാണ്. എന്തുകൊണ്ട്? അയൽവാസിയോട് പെരുമാറിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ കയ്യിൽ ഒരു മരക്കൊമ്പുണ്ടെങ്കിൽ ആ മരക്കൊമ്പിനെ മണ്ണിൽ കുഴിച്ചിടാതെ നിങ്ങളൊരു സത്യവിശ്വാസിയാവുകയില്ല. മരക്കൊമ്പിനെ കുഴിച്ചിടാതെ വലിച്ചെറിയുന്നത് സത്യവിശ്വാസിയുടെ അടയാളവുമല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തെ നക്ഷത്രാങ്കിതമായ രാത്രികളിൽ ആകാശത്തേക്ക് കണ്ണു ചിമ്മിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി 1,24,000 പരം സഹാബത്തിനെ പഠിപ്പിച്ചു പോയി. എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പഠിക്കണം. ഈ നീലവേലാപ്പാകുന്ന ആകാശം എങ്ങനെയാണ് ആ മട്ടുപാവ് ഉയർത്തപ്പെട്ടത് എന്ന് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് പർവ്വതങ്ങളെ ഭൂമിയുടെ ആണിയാക്കി മാറ്റിയത് എന്ന് നിങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ഭൂമി പരത്തപ്പെട്ടത്? എത്ര ശാസ്ത്രശാഖകളാണ് മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രദാനം ചെയ്തത്. അതുകൊണ്ട് ശാസ്ത്രജ്ഞനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇതൊക്കെ പഠിച്ചിട്ട് ശ്രീനാരായണ ഗുരു കവിത എഴുതി പുരുഷാകൃതി പൂണ്ട ദൈവമോ, ഇത് പുരുഷന്റെ ആകൃതിയിൽ ദൈവം തന്നെ മണ്ണുക്ക് വന്നതാണോ? നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? അല്ല, ധർമ്മം നരന്റെ രൂപത്തിൽ, മനുഷ്യന്റെ രൂപത്തിൽ അവതാരമായിട്ട് വന്നതാണോ? പരമേശ്വര പവിത്രപുത്രനോ? ഇങ്ങനെ നല്ല വ്യവസ്ഥിതി ജീവിതത്തിലൂടെ മറ്റുള്ളവരെ പഠിപ്പിച്ച ഈ നായകൻ പരമനായ ഈശ്വരൻ തമ്പുരാന്റെ പവിത്രനായ പുത്രനാണോ എന്ന് പോലും ഞാൻ സംശയിക്കാൻ. അതുകൊണ്ട് മുഹമ്മദിനെ പറ്റി ഇനി ഞാൻ കൂടുതൽ പറയുന്നതിന് പകരം ഒറ്റ വാക്ക് എന്ന് ശ്രീ ഗുരുദേവൻ പറഞ്ഞു. ഏതാണ് ആ വാക്ക്? കരുണാവാം നബി മണിമുത്തുരത്നമോ? കാരുണ്യത്തിന്റെ പ്രവാചകൻ മുത്തുരത്നമാണോ, മാണിക്യമാണോ, മരതകമാണോ? ആ ചോദ്യം, ആ ഇലിസ്ട്രേഷൻ, ആ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ റസൂലിനെ പഠിക്കണം. അങ്ങനെയുള്ള ഒരു ആചാര്യനെ ഇത്ര റബീഉൽ അവ്വലുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും നമ്മൾ ചർവിത ചർവണം നടത്തുന്നത് ഒരേ ഒരു ആചാര്യനെയാണ്. ഏതാണ് ആ ആചാര്യൻ? മദീനയുടെ പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് ഇമാം, മദീനയുടെ പള്ളിയുടെ മിമ്പറിൽ കയറിയ ഖതീബ്, മദീനയുടെ പള്ളിക്കകത്ത് പ്രസംഗിച്ചു പോയ മുദർരിസ്, മദീനയുടെ പള്ളിക്കകത്ത് ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങൾ നടത്തിയ ഖാലി, ഇതിലപ്പുറം പള്ളി വിട്ടിട്ട് പൊതുപ്രവർത്തനം നടത്തിയ മുഹമ്മദ് മുസ്തഫാന് റബീഉൽ അവ്വൽ വന്നിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ എവിടെയാണ്? അള്ളാഹുവിന്റെ റസൂൽ എവിടെയാണ്? ഒരു മരം അന്യായമായി മുറിക്കപ്പെട്ടപ്പോ സഹാബികളെ വരൂ, നമുക്ക് ധർമ്മമുണ്ട്, നമുക്ക് കടമയുണ്ട്. എന്ത്? ഒരു മരമാണ് മുറിക്കപ്പെട്ടത്, അതുകൊണ്ട് പരിസ്ഥിതിക്ക് വേണ്ടി ധർണ നടത്തണം എന്ന് പറഞ്ഞ് മദീനയുടെ കുഗ്രാമത്തിലൂടെ പ്രതിഷേധത്തിന്റെ ജ്വാലമുടക്കിയിട്ട് കടന്നുപോയ ആചാര്യനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കൾ പഠിച്ചിട്ടില്ല. പക്ഷി ഇങ്ങനെ വട്ടമിട്ട് താഴേക്ക് പറന്നപ്പോ പക്ഷിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാണ്. ഓ, അങ്ങനെയാണോ? എന്നാൽ പക്ഷിക്ക് വേണ്ടി നിലകൊണ്ട പക്ഷി പ്രകൃതി സ്നേഹിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മക്കൾ ഇതുവരെ അടുത്തറിഞ്ഞിട്ടില്ല. വെള്ളമാണ് ലോകത്തിന്റെ അമൂല്യ വസ്തു. മദീനയുടെ പല സ്ഥലങ്ങളിൽ നിന്നും 1.5 മൈലുകൾക്കപ്പുറത്ത് നിന്നൊക്കെ ഒറ്റക്ക് നഗ്നപാതനായി താണ്ടിപ്പോയിട്ട് മണ്ണിന്റെ പാത്രത്തിലും തോൽപാത്രത്തിലും വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന നായകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കണം. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ ഇഫ് യു ആർ ഇൻ എ റണ്ണിംഗ് സ്ട്രീം. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ നിന്നാണ് നിങ്ങൾ ജലോപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വുളു എടുക്കുന്നത്. എന്നാൽ പോലും 3 വട്ടം മുഖം കഴുകിയാൽ 4ാമതൊരു വട്ടം നിങ്ങൾ മുഖം കഴുകാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു പോയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനറൽ കോഫി അന്നാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത നൂറ്റാണ്ടിൽ ലോകം, അടുത്ത പതിറ്റാണ്ടിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ഒരു തുള്ളി വെള്ളത്തിനാണ്. ആ വെള്ളത്തിന്റെ പ്രാധാന്യം 14 മുമ്പ് നമ്മളെ ബോധ്യപ്പെടുത്താൻ. ഒരാള് വെള്ളം ചോദിച്ചു വന്നാൽ അത് തള്ളാൻ പാടില്ല, കൊടുക്കണം. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, 3 വസ്തുക്കൾ ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ, ഇസ്ലാമിക വിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ 3 വസ്തുക്കളെ ചോദിച്ചാൽ ഉണ്ടായിരിക്കെ അത് ഇല്ല എന്ന് പറയാൻ പാടില്ല, അത് കൊടുക്കാതിരിക്കാനും പാടില്ല. അതിൽ ഒന്നാമത്തത് അൽമാ, അത് വെള്ളമാണ്. ഇനി വലിയൊരു വരൾച്ച വരെയാണ്. അള്ളാഹുവാണ് ഏത് കിണറ്റിലെ വെള്ളം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അള്ളാഹുവാണ് ഏത് കിണറ്റിലെ വെള്ളത്തെ അവശേഷിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സംഗതി വശാൽ നമ്മുടെ അയൽവാസികളുടെ ഒരുപാട് കിണറുകൾ വറ്റി നമ്മുടെ കിണറ്റിൽ സുലഭമായ വെള്ളമുണ്ട്. അപ്പോ അയൽവാസിക്ക് നമ്മളൊരു ടാർഗറ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ അവിടെ വെക്കുക, അതിനൊരു ബിസിനസ് ആക്കി മാറ്റുക. ഇത്ര കുടം വെള്ളം ഇത്ര വിലക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ നിയമത്തിനെ അള്ളാഹു നൂറ്റിയെടുത്താൽ നമ്മൾ വേറെ എവിടെങ്കിലും പോയിട്ട് കുടുക്ക കയ്യിലെടുത്തിട്ട്, കുടം കയ്യിലെടുത്തിട്ട് ക്യൂ നിൽക്കണം. റബ്ബ് തന്ന നിയമത്തിനെ വിലക്ക് വാങ്ങരുത്, വില പറയരുത്. 3 വസ്തുക്കളെ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാതിരിക്കാൻ പാടില്ല. അൽമാ, അതിൽ ഒന്നാമത്തത് വെള്ളമാണ്. രണ്ടാമത്തത് അൽ മിൽഹ്, ഉപ്പാണ്. ഉപ്പിനും അങ്ങനെ നമ്മള് ഒരു മാനദണ്ഡം പറയാൻ പാടില്ല. പിന്നെ വന്നാർ, തീയാണ്. തീയ് അത് ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു ആവശ്യകതയില്ല, പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നു.
വിറകുമ്മൽ തീയാക്കിയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കൊണ്ടുപോകുന്ന തീയിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സലാസുല്ലാ യഹില്ലു മൻഉഹ, ഇതിനെ മൻഉ ചെയ്യാൻ പാടില്ല. നിലപാടാണ് ഇസ്ലാം. നമ്മൾ കുറെ നോമ്പ് നിൽക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഇസ്ലാമിന്റെ ബേസിക്കലി ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ മതത്തിന് എന്ത് ടേസ്റ്റ്? ഇൻഗ്രീഡിയൻസ് വേണം, മുലാഫാത്ത് വേണം. ഈ മുലാഫാത്താണ് ഇതൊക്കെ. അപ്പൊ ആ പ്രവാചകനെ നമ്മളെ കുട്ടികൾ റബീഉൽ അവ്വൽ വരുമ്പോഴും പഠിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആ പ്രവാചകൻ നമ്മൾ പഠിക്കുന്നില്ല. ഏതാണ് ആ പ്രവാചകൻ? വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കഥ പറയുകയാണ്, എന്റെ പ്രിയതമനായ നായകൻ കാന യഹ്ലിബു ഷാതഹു, സ്വന്തം മൃഗത്തെ, സ്വന്തം ആടിന്റെ പാല് കറക്കുമായിരുന്നു. ആടിനെ കറന്നെടുക്കുമായിരുന്നു. കാലിപാത്രം കയ്യിൽ പിടിച്ചിട്ട് ആടിന്റെ പാലെടുക്കാൻ പോവാൻ. യഹ്ലുബു, ഹലീബ് എന്ന് അറബിയിൽ പറഞ്ഞാൽ കറന്നെടുത്ത പാലിനാണ് പറയാ. മറ്റത് ലബനാൻ, ആടിനെ കറക്കുമായിരുന്നു. വീട് തൊഴുതു വൃത്തിയാക്കുമായിരുന്നു. സ്വന്തം ലോകം പടക്കാൻ കാരണക്കാരനായ ഒരു പ്രവാചകൻ. നമ്മളൊക്കെ ചിന്തിച്ചു നോക്ക്, നമുക്ക് ഗസ് ചെയ്യാൻ കഴിയോ? ചൂലെടുത്തിട്ട് നിലം വൃത്തിയാക്കാൻ. പ്രസ്റ്റീജിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. സാധാരണ തിണ്ണയില്, തറയില് സഹാബത്തിന്റെ കൂടെ നടന്നു പോവാണെങ്കിൽ, എന്തെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടി ഇരിക്കണമെങ്കിൽ സഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായും. അള്ളാന്റെ റസൂലിന് ഇരിക്കാൻ വേണ്ടി ഒരു സിംഹാസനം കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ട് അപ്പോഴേക്ക് പരിശുദ്ധ റസൂൽ നിരത്തിയിരുന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇത് കണ്ട സഹാബികൾ പറയാൻ, സിംപ്ലിസിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ലാളിത്യം. ആ പ്രവാചകൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഏതാണ് ആ പ്രവാചകൻ? ഒരാളെയും തന്റെ കൈ കൊണ്ട് പരിശുദ്ധ റസൂൽ മുസാഫഹത്ത് നടത്തിയിട്ടില്ല. അവസാനം കൈ വലിക്കുന്നത് ലോകനായകനാവാതെ ഒരിക്കലും കൈ കൊടുക്കൂല. ഒരാൾക്ക് മുസാഫാത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാന്റെ റസൂൽ ഒരാൾക്ക് ഹസ്തദാനം, ഹസ്തം ദാനം ചെയ്യുകയാണെങ്കിൽ ആ ഹസ്തം അയാൾ വലിക്കാതെ ഒരിക്കലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചിട്ടില്ല. കൺസിഡറേഷൻ. നേരത്തെ പറഞ്ഞത് സിംപ്ലിസിറ്റി, ഇത് കൺസിഡറേഷൻ. എല്ലാ കാര്യങ്ങളും ആ അഗാധ തലത്തിൽ കണ്ട റസൂലിനെ ഇത്ര റബീഉൽ അവ്വലുകൾ കടന്നുപോയിട്ടും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളെ നായകൻ സുന്നത്തായ രീതിയിൽ നഖം മുറിച്ചതിന് പോലും ഒരു ചര്യയുണ്ട്. നമുക്കൊക്കെ എത്ര വയസ്സായി? ഈ ആയുസിന്റെ ഇടയിൽ പരിശുദ്ധ റസൂൽ നഖം മുറിച്ച പോലെ നഖം മുറിക്കാൻ എനിക്ക് സാധിച്ചോ റബ്ബേ എന്ന് സ്വന്തം സത്യത്തോട് ചോദിക്കണം നമ്മള്. അതാണ് സ്വന്തം ശരീരത്തോട് ചോദിക്കണം. വലത് കൈയിന്റെ നഖം എങ്ങനെ മുറിച്ചു? ഇടത് കൈയിന്റെ വിരലുകളുടെ നഖം എങ്ങനെ മുറിച്ചു? കാലുകളുടേതെങ്ങനെ മുറിച്ചു? ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കേണ്ടി വരുന്നവരാണ് നമ്മളെല്ലാം. നെയിൽ കട്ടർ കയ്യിലെടുക്കുന്നവരാണ്. പരിശുദ്ധ റസൂലിന്റെ സുന്നത്തായ നഖം മുറിക്കൽ സാധിച്ചോ? ഏതായാലും നഖം മുറിക്കുകയാണെന്നാൽ അതൊരു പുണ്യം കിട്ടുന്ന രീതിയിൽ കുപ്പായം ധരിക്കുന്നവരാണ്. വലതിനെ മുന്തിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുടി ചെയ്യുമ്പോ വലത് ഭാഗത്ത് നിന്നാണ് മുടി ചെയ്യത്. എന്തിന്? പരിശുദ്ധ റസൂലിന്റെ ശരി അങ്ങനെയാണ്. കുപ്പായം ധരിക്കുമ്പോ, ഖമീസ് ധരിക്കുമ്പോ വലത് കൈയാണ് ആദ്യം ധരിച്ചത്. ചെരുപ്പ് ധരിക്കുമ്പോ വലത് ചെരുപ്പാണ്, കാലിന്റെ ചെരുപ്പാൻ ആദ്യം ധരിച്ചത്. എല്ലാ കാര്യങ്ങളിലും വലതിനെ മുന്തിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത, ഒരു മനനം ഉണ്ട്. ഞാനും ഒരു സുന്നത്തെടുക്കേണ്ട ആളാണ്. സാധിക്കുന്നതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്തു പോകുന്ന സാധനങ്ങളാണ്. അതിന്റെ ഈ ഒരു എന്താ പറയാ വേർഷൻ ഒന്ന് ഈ രീതിയിലേക്ക് ഒരു ടേമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇംപ്ലിമെന്റ് ആയി പോകും. എണ്ണയിട്ട യന്ത്രം പോലെ യാന്ത്രികമായി പിന്നത് നമ്മൾ ചെയ്യും. നമ്മളെ മൈൻഡ് നമ്മളോട് അങ്ങനെ പറയും. അതിന് സുന്നത്തിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യണം. സുന്നത്തിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്യണം. കുട്ടികളെ പഠിപ്പിക്കണം. രാവിലെ പ്രഭാതത്തിൽ എണീറ്റാൽ മോനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ എന്ന് കുട്ടികൾ ചെല്ലണം. കുട്ടികൾക്കത് പഠിക്കണമെങ്കിൽ കുട്ടികൾക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അതിന്റെ പ്രാധാന്യം എന്താണ്? അഹ്യാനി, എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. എപ്പോ? ബഅദമാ അമാതനി,
എന്നെ മരിപ്പിച്ച ശേഷം, ആക്ച്വലി ഇന്നലെ രാത്രി നമ്മൾ മരിക്കുകയാണ് ചെയ്തത്. ഉറക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ ഒരു സുഹൃത്താണ്, സഹോദരനാണ്. ആ മരണത്തിന്റെ ഇടയിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ നമ്മുടെ റൂഹിനെ കൊണ്ടുപോകാമായിരുന്നു. ഉറങ്ങാൻ നേരത്തെ നമ്മൾ അതാണല്ലോ ചെല്ലുന്നത്, ബിസ്മിക റബ്ബി, പരിശുദ്ധ തമ്പുരാനെ നിന്റെ പേര് കൊണ്ട് വലാത്തു ജംബി, എന്റെ ശരീരത്തെ ഞാനിതാ ബെഡിലേക്ക് വെച്ചിരിക്കുകയാണ്. നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നാളെ ജീവനോടുകൂടെ ഉണരുന്നത്. ഇല്ലെങ്കിൽ മൈക്ക് കെട്ടിയിട്ട് ഇവിടെ അനൗൺസ് വാഹനം കടന്നു പോവുകയാണ്. നാട്ടുകാരെ ഒരു മരണ വാർത്ത. അല്ലാഹുവേ, ഉറക്കിലെങ്ങാനും എന്റെ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ നിന്റെ റഹ്മത്ത് അതിന് വേണം തമ്പുരാനെ. പിടിച്ചു വെക്കാതെ നാളെയുടെ പ്രഭാതത്തിലും നീ എണീറ്റ് നടന്നോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ സമ്മതം തരികയാണെങ്കിൽ അതിനെ സംരക്ഷിക്കണേ തമ്പുരാനെ. ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ. നിന്റെ സച്ചരിതരായ അടിമകളുടെ ആത്മാവിനെ സംരക്ഷിച്ച പോലെ എന്നെ സംരക്ഷിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തിട്ടാണ് ഒരു കുട്ടി പോലും ബെഡിലേക്ക് ചായേണ്ടത്, ശയ്യ കൊള്ളേണ്ടത്. നമ്മുടെ മക്കൾ, എത്ര മക്കൾ ആ ദിക്ർ ചൊല്ലി കടന്നു എന്ന് സ്വന്തത്തോട് നമ്മൾ ചോദിക്കണം. ആ ദിക്ർ ചൊല്ലിയ ആൾക്കാണ് രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന എന്ന് പറയുമ്പോ അതിന്റെ പെർഫെക്ഷൻ കിട്ടുള്ളൂ. കാരണം എന്താ? ഉള്ളിക്ക് ഇറങ്ങി. ഇന്നലെ രാത്രി ഞാൻ മരിച്ചിരിക്കുകയായിരുന്നു, നേരം വെളുത്തു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി. ഉറക്കാകുന്ന മരണത്തിൽ നിന്ന് ഉണർച്ചയാകുന്ന ജീവിതത്തിലേക്ക് എന്നെ ജീവിപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. ബഅദമാ അമാതനി, ഇന്നലെ രാത്രി നീ എന്നെ മരിപ്പിച്ച ശേഷം ഇന്ന് ജീവിപ്പിച്ചു. വ ഇലൈഹിൻ നുശൂർ. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ എണീറ്റു, ഉറങ്ങി, എണീറ്റു, വീണ്ടും ഉറങ്ങി, വീണ്ടും എണീറ്റു, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസം വ ഇലൈഹിൻ നുശൂർ, എണീക്കാത്ത ഉറക്ക് അവനിലേക്കാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ, നമ്മളോടാ പറയുന്നത്. പള്ളിക്കാട്ടിന്റെ മുന്നിലൂടെ പോകുമ്പോ മുസ്ലിമെ, നീ നിന്റെ സഹോദരങ്ങളോട് എന്ത് അഹ്ലുൽ ഖുബൂർ, ദാറഖൂമുൽ മുഅ്മിനീൻ, ഖബറാളികൾ, ആ ഖബറിൽ കിടക്കുന്ന ആളുകൾ അല്ലേ, ഖബറാളി, മുതലാളി എന്ന് പറഞ്ഞാൽ മുതലിനെ ആളി എന്ന് പറഞ്ഞാൽ എന്താ? ഉടമപ്പെടുത്തിയവൻ എന്നർത്ഥം. ഖബറാളി എന്ന് പറഞ്ഞാൽ ഖബറിനെ ഉടമപ്പെടുത്തിയവൻ. എത്ര പെട്ടെന്നാണ് മാറിയത്? ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുത്തു, എസ്റ്റേറ്റ് കൊടുത്തു, വീട് കൊടുത്തു, വാഹനം കൊടുത്തു, വരുമാന മാർഗത്തിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളെ മുഴുവൻ മറ്റുള്ളവർക്ക് എഴുതി കൊടുത്തു. ഇപ്പൊ ഒന്നിനെ ആളി, അത് ഖബറാളി. 1000 കോടിക്ക് അവകാശിനി, നാളെ 6 അടി മണ്ണിന്റെ ജന്മിനി. നമ്മൾ മരിച്ചുപോയാലും ജന്മിയാൻ, ഭൂമിയുടെ ജന്മിയല്ല, ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ജന്മിയല്ല. നാളെ 6 അടി മണ്ണിന്റെ ജന്മി, 6 അടി മണ്ണിന്റെ ജന്മി. അതുകൊണ്ടാണ് ഖബറാളി. നമ്മളിൽ ഖബറിൽ കിടക്കാൻ, 6 അടി മണ്ണിൽ കിടക്കാൻ, പേര് വാങ്ങി മക്കള് പോലും മയ്യത്ത് എന്ന് വിളിക്കുന്ന ഒരു പേരിലേക്ക് മനുഷ്യൻ എന്ന വാക്ക് എത്ര പെട്ടെന്ന്. ഒരു റൂഹിന്റെ പിമ്പലത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഒരു റൂഹ്. ഇപ്പൊ ഈ റൂഹ് എന്ന് പറയുന്ന സാധനം എന്താ അല്ലേ? ആസ്ട്രൽ പ്രൊജക്ഷൻ നടക്കാൻ കേഡൽ ജിൻസൺ ഈ പരിസരത്തുകാരനാണ്, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് വലിയ പഠനമൊക്കെ നടത്തി വന്ന ആളാണല്ലോ കേഡൽ ജിൻസൺ. അച്ഛനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു. 3 പേരെ രാത്രി 3:30 മണിക്ക് അലാറം വെച്ചിട്ട് എണീറ്റിട്ട് സ്വന്തം കിടക്കുന്ന കട്ടിലിന്റെ ചോട്ടില് കഠാരം മഴ കൊണ്ടുവന്ന് വെച്ചിട്ട് റൂമിൽ കിടക്കുന്ന അച്ഛനെയും അമ്മയെയും തല വെട്ടിക്കൊന്നു. ഇപ്പുറത്തുള്ള സ്വന്തം ചോര പെങ്ങളെയും കൊന്നു. 29 വയസ്സുകാരനായ കേഡൽ ജിൻസൺ ഇന്ന് ജയിലിൽ കിടക്കാൻ. എന്തിന്റെ പേരിലായിരുന്നു? ആസ്ട്രൽ പ്രൊജക്ഷൻ. എന്താണ്? പരകായ പ്രവേശം. എന്റെ റൂഹ്, എന്റെ ആത്മാവിനെ വേറുള്ള ആളുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ച് എന്റെ ആത്മാവിലൂടെ എനിക്ക് പല സ്ഥലത്തും സഞ്ചരിച്ചിട്ട് ലോകത്തിന്റെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? സ്വന്തം രക്തബന്ധത്തിലുള്ള ആളുകളുടെ ചോര വേണം. ഓൺലൈൻ മേഖലയിലൂടെ നമ്മളെ മക്കളെ എവിടെ എത്തി എന്നുള്ളത് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. ബ്ലൂ വെയിൽ വന്നല്ലോ നമ്മുടെ നാട്ടില്. കേരളത്തിൽ എത്ര കൗമാരക്കാരായ മക്കള് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഗെയിം കളിച്ചിട്ട് ആത്മഹത്യ ചെയ്തു, സൂസൈഡിനെ കമ്മിറ്റ് ചെയ്തു. ഉണ്ടായില്ലേ?
റഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സർവകലാശാലയിൽ പഠിക്കുന്ന 23 വയസ്സുകാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഫിലിപ്പ് ബുഡീക്കിൻ. ആ ഫിലിപ്പ് ബുഡീക്കിൻ എന്ന് പറയുന്ന ഭൗതിക വിദ്യാർത്ഥിയാണ് ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം എന്ന പേരിലുള്ള ഒരു കമ്പ്യൂട്ടർ ഗെയിമിനെ, ഒരു മൊബൈൽ ഗെയിം ലോകത്തിന് വേണ്ടി സമർപ്പണം നടത്തിയത്. എന്തിന്? മൊബൈലിൽ കൂടുതൽ കളിക്കുന്ന കുട്ടികളെ ട്രാപ്പിൽ അകപ്പെടുത്തണം. അവരിലേക്ക് ഒരു ലിങ്ക് പെട്ടെന്ന് വരികയാണ്. ആ ലിങ്ക് കുട്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവനോട് റിക്വസ്റ്റ് ചെയ്യാണ്. മൊബൈലിൽ എന്തും പരീക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു പരീക്ഷണ കാലഘട്ടത്തിലാണ്, വർണ്ണങ്ങളുടെ ലോകത്താണ്. ദേ ആർ ലിവിംഗ് ഇൻ ദി വേൾഡ് ഓഫ് കളേഴ്സ്, നമ്മളെ കുട്ടികൾ. അതുകൊണ്ട് അവർ അതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കി. അവൻ അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവൻ തന്നെ അതിൽ ആഡ് ചെയ്യപ്പെട്ടത് അവൻ അറിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം മുതൽ ബ്ലൂ വെയിലിന്റെ അഡ്മിൻ അവന് ടാസ്ക് കൊടുക്കുകയാണ്. രാത്രി 2:30 മണിക്ക് എണീക്കണം. മൈൻഡ് സെറ്റായി. രണ്ടാമത്തെ ദിവസത്തെ ടാസ്ക് എന്താ? മൊത്തം 50 ദിവസത്തെ ടാസ്ക് ആണ് ബ്ലൂ വെയിൽ ഗെയിം. രണ്ടാമത്തെ ദിവസത്തെ ടാസ്ക് എന്താണ്? രാത്രി 3 മണിക്ക് എണീറ്റിട്ട് ബ്ലൂ വെയിലിന്റെ അഡ്മിൻ നിനക്ക് ആ നേരത്ത് വിട്ടുതരുന്ന ഹൊറർ വീഡിയോ നിന്റെ മൊബൈലിലേക്ക് എത്തും. ആ വീഡിയോ ക്ലിപ്പ് ഭീമാകാരമായ ഭീതിപ്പെടുത്തുന്ന വീഡിയോ ക്ലിപ്പായിരിക്കും. അത് രാത്രി 3 മണിക്ക് നിന്റെ റൂമിന്റെ കഥ കടച്ചിട്ട് ഇരുട്ടിന്റെ മറവിൽ നീ കാണണം. നമ്മളെ കുട്ടി അത് കണ്ടു. അവന്റെ മൈൻഡ് വീണ്ടും സെറ്റായി. നാലാമത്തെ ടാസ്ക് എന്താണ്? രാത്രി എണീക്കണം. 3:30 മണിക്ക് എണീറ്റിട്ട് സെമിത്തേരിയിൽ പോയിട്ട് ഇരിക്കണം. ശ്മശാനത്തിൽ പോയിട്ട് ഒറ്റയ്ക്കിരിക്കണം. ഖബർസ്ഥാനിൽ പോയിട്ട് മീസാൻ കല്ലിന്റെയും മൈലാഞ്ചി ചെടിയുടെയും ഇടയിൽ ഇപ്പം പോയിരിക്കണം. 1 മണിക്കൂർ ഇരുന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നോ. ഇങ്ങനെ ഒരുപാട് ടാസ്കുകൾ കൊടുത്തു. അതിൽപ്പെട്ടൊരു ടാസ്ക് ആയിരുന്നു കയ്യിന്റെ തണ്ടയില് വലിയ കത്തി എടുത്തിട്ട് ബ്ലൂ വെയിൽ നീലത്തിമിംഗലത്തിന്റെ ഫോട്ടോ വരച്ചു വെക്കണം. രക്തം പൊടിയണം. എന്നിട്ട് അത് ഇങ്ങനെ എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് അഡ്മിന് വിട്ടു തരണം. അപ്പോഴാണ് നീ 20ാമത്തെ ടാസ്ക് കവർ ചെയ്തത്. ഓരോ ടാസ്കും കൊടുത്ത് കുട്ടി 40ാമത്തെ ടാസ്കിലേക്കൊക്കെ എത്തിയപ്പോ ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, അച്ഛനെ വേണ്ട, അമ്മയെ വേണ്ട, ആരും വേണ്ട, നാട്ടുകാര് വേണ്ട, രക്തബന്ധത്തിലുള്ള ആരും വേണ്ട. പാലക്കാട് ജില്ലയിലെ 16 വയസ്സുകാരനായ +1കാരൻ കുട്ടൻ, ഓമന കുട്ടൻ, അമ്മയുടെ പൊന്നുമോൻ, അമ്മയുടെ മൂത്തമകൻ, ആ വീട്ടിലെ ഒരേ ഒരു ആൺതരി കുട്ടനും പിന്നെ പൊന്നുമോളും മാത്രമാണ് ആ വീട്ടിലുള്ളത്. കുട്ടൻ പെട്ടെന്ന് അമ്മയോട് പറയാൻ, അമ്മയെ കുട്ടൻ മരിച്ചാലും കുട്ടന് അമ്മ തന്ന സ്നേഹം മുഴുവൻ അമ്മ പൊന്നുമോൾക്ക് കൊടുക്കണം. അപ്പൊ കുട്ടനെ മാറോട് ചേർത്തിട്ട് അമ്മ പറഞ്ഞു അത്രേ, എന്താ കുട്ട നീ അങ്ങനെ പറയുന്നത്? ഒന്നുമല്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ കൊതറി മാറുകയാണ്. 50ാമത്തെ ദിവസം കുട്ടൻ 15 നില ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് സൂസൈഡ് ചെയ്തു. കുട്ടന്റെ മൊബൈൽ പിന്നെയാണ് പോലീസ് വന്നിട്ട് പരിശോധിക്കുന്നത്. ബ്ലൂ വെയിൽ ഗെയിമിന്റെ അവസാനത്തെ ബലിയാടായിരുന്നു പാലക്കാട്ടെ കുട്ടൻ. നമ്മളൊക്കെ നമ്മുടെ മക്കളെ കാര്യത്തിൽ വലിയ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. മക്കൾ എന്നുള്ളതിന് ഖുർആൻ 2 ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അത് ദുനിയാവിന്റെ ബ്യൂട്ടിയാണ്. സമ്പത്തും സന്താനവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ദുനിയാവിലെ സൗന്ദര്യം മുഴുവൻ അവന് കിട്ടിയെന്നാണ്. സമ്പത്തും വേണം, സന്താനവും വേണം. അത്യാവശ്യം ജീവിച്ചു പോകാൻ, കഞ്ഞി മുട്ടാതെ മുന്നോട്ട് പോകാനുള്ള സമ്പത്ത് തന്റെ കയ്യിലുണ്ട്, വരുമാന മാർഗമുണ്ട്, മക്കളുണ്ട്. ഒരു മനുഷ്യന്റെ സീനത്തായി എന്നാണ്. അല്ലാഹു തആല പറയാണ്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, ഒരു മനുഷ്യന്റെ ഫിത്നയും ഇത് രണ്ടും തന്നെയാണ്. എന്ത്? ഒന്ന് സമ്പത്ത്, ഒന്ന് സന്താനം. ഇത് രണ്ടും മനുഷ്യൻ ഉണ്ടായാൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം എന്നതിലപ്പുറം പടച്ചോനെ ഇതിനെ ഉപയോഗിക്കേണ്ട വഴിയിൽ ഉപയോഗിക്കാനുള്ള തൗഫീഖ് കൂടി നീ തരണം എന്ന് ആദ്യമേ ദുആ ചെയ്യണം. അത് വലിയ കാര്യമാണ്. ഞാൻ പറയട്ടെ, പാലക്കാട് ജില്ലയിലെ വളാഞ്ചേരിക്ക് ഇടയിലും കൊപ്പത്തിനിടയിലുള്ള നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള 21കാരനാണ് സ്വന്തം അനുജനെ കടാര കുത്തി കൊലപ്പെടുത്തിയത്. സ്വന്തം ചോരയെ. ആ പിതാവും മാതാവും ഇപ്പം അങ്ങനെ പരിചരിക്കാൻ 9 വയസ്സുള്ള പൊന്നുമോന് മരിച്ചു. അതിന്റെ ദുഃഖം വന്ന് ആരാണ് കൊന്ന കൊലയാളി? അത് മൂത്ത മകനാണ്, അതൊരു മറ്റൊരു മകനാണ്. ആ മകൻ ഇപ്പൊ എവിടെയാണ്? അവൻ ജയിലിലാണ്. ഒരു മകൻ ജയിലിലായതിന്റെ ദുഃഖഭാരം, അപമാനഭാരം. ആ അപമാനഭാരത്തിന്റെ പുറമെ മറ്റൊരു മോൻ വിട പറഞ്ഞു പോയതിന്റെ സങ്കടം. ഇത് രണ്ടും ഒരേ മാതാവിന്, ഒരേ പിതാവിന് കടന്നു വരികയാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, മക്കളും സന്താനവും ചിലപ്പോ ഫിത്നയാണ്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ നന്നായി ദ്വാരക്കാൻ പറഞ്ഞത്. ഭാര്യയും മക്കളും നിങ്ങൾക്കുണ്ടെങ്കിൽ വേഗം കൈ പൊക്കിയിട്ട് ദ്വാരുന്നോളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ.
പടച്ചോനെ നീ നൽകുന്ന ഭാര്യ സന്താനങ്ങളെ കണ്ണിന്റെ കുളിർമയാക്കണേ. എപ്പോഴാ നമ്മളെ ഭാര്യ നമ്മുടെ മക്കളും നമ്മളെ കണ്ണിന്റെ കുളിർമയാവല്? നമുക്ക് നമ്മുടെ സഹധർമ്മിണിയിലൂടെ ഒരു പൊന്നു മോൻ ജനിച്ചു, അവൻ പഠിച്ചു, അവൻ UP കഴിഞ്ഞു, LP കഴിഞ്ഞു, UP കഴിഞ്ഞു, SSLC കഴിഞ്ഞു, ഹയർ സെക്കൻഡറി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. 10-25 വയസ്സായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 28-29 വയസ്സിൽ അവനൊരു പ്രപ്പോസൽ വരികയാണ്. ആ കല്യാണം വരുന്ന സമയത്ത് ആ ചെറുപ്പക്കാരനായ ആളെ പറ്റി നാട് മുഴുവൻ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ നമ്മളെ മോളെ ഇവന്റെ കയ്യിലേക്കാണല്ലോ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ പെൺകൊച്ചിന്റെ ബന്ധുക്കള് ഇവനെ പറ്റി അന്വേഷണം നടത്താൻ ഇവന്റെ നാട്ടിൽ വന്നിട്ട് വലിയൊരു എൻക്വയറി നടത്തി. സകല രാഷ്ട്രീയ പാർട്ടികളും ഇവനെ പറ്റി നല്ല വാക്കാ പറഞ്ഞത്. സകല സംഘടനകളും ഇവനെ പറ്റി നല്ല വാക്കാ പറഞ്ഞത്. സകല ക്ലബുകളും സാംസ്കാരിക സംഘടനകളും ഇവനെ പറ്റി നല്ല വാക്ക്. എല്ലാ പീഡിക കോലായിലും പെൺകുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ട് കയറിയിറങ്ങി അവരെല്ലാം പറഞ്ഞത് നല്ല വാക്കാൻ. ഒരു നാട്ടിൽ 100 പേരോട് അന്വേഷിച്ചപ്പോ 100 ആളുകളും ഇവനെ പറ്റി പറഞ്ഞത് 100 നാവിന്റെ നല്ല നല്ല വാക്കാൻ. ഈ വിവരം ഇവന്റെ മാതാവിനും പിതാവിനും കിട്ടിയിട്ടുണ്ടെങ്കിൽ നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ഇവന്റെ ഉമ്മക്കും ഉപ്പക്കും പറയാം, അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, പടച്ചോനെ ഞങ്ങളുടെ പൊന്നുമോൻ ഞങ്ങളെ കണ്ണിന്റെ കുളിർമയായിരിക്കുകയാണ് തമ്പുരാനേ. അതാണ് മകൻ കണ്ണിന്റെ കുളിർമയാവാന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ മാത്രാണത്. അങ്ങനെ മക്കള് കണ്ണിന്റെ കുളിർമയാവുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. നമ്മളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ ആലോചിക്കും. നമ്മളെ മക്കളെ കാണുമ്പോൾ ഉമ്മ ചിലപ്പോൾ ചീത്ത അറിയും, ഉപ്പ ചിലപ്പോൾ ചീത്ത പറയും. ആ മോള് എവിടെയെങ്കിലും ഒന്ന് വിരുന്നു പോയി, അല്ലെങ്കിൽ മോനെ എവിടേക്കെങ്കിലും ഒന്ന് വിരുന്നു പോയി, അപ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് അറിഞ്ഞത്. SSLCയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്, കുഞ്ഞിനെ എല്ലാ വിഷയത്തിലും A+ ആണ്. അപ്പൊ നമ്മളെ കുട്ടി നമ്മളെ അടുത്തില്ല, കുട്ടി വിരുന്നു പോയതാണ്. ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം നമ്മളെ കുട്ടി ഇങ്ങനെ കയറി വരുമ്പോ ഉമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ നെറ്റിത്തടത്തിൽ കൊടുക്കുന്ന ഒരു ചുംബനുണ്ട്. ആ സ്നേഹവായ്പിന് ഭാഷയില്ല, അതിന്റെ അപ്പുറത്താണ്. അപ്പൊ ഇന്നലെ പോലും മോളെ കണ്ടതാണ് ഈ ഉമ്മ. പക്ഷെ ഇന്നലെ അങ്ങനെ ഒരു ഉമ്മ കൊടുത്തിട്ടില്ല, ചേർത്ത് പിടിച്ചിട്ടില്ല. പക്ഷെ മക്കൾ ചില മുഹൂർത്തങ്ങളിൽ നമ്മളെ ഖുർറത്ത് അഴിയനായി മാറുമ്പോ നമ്മളറിയാതെ നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരും. എന്റെ മോനാണല്ലോ, എന്റെ മോളാണല്ലോ. ആ സന്തോഷത്തെ പോലെ മക്കള് കാരണം നമുക്ക് സങ്കടത്തിന്റെ കണ്ണീരും വന്നേക്കാം. അത് സൂക്ഷിക്കണം. ആ സന്തോഷം പോലെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് സങ്കടത്തിന്റെ കണ്ണീരും വന്നേക്കാം. നബിതങ്ങൾ പറഞ്ഞു, പ്രവചനാണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട പ്രവചനം. അൻ യുറബ്ബിയ റജുലു വലദൽ കൽബി ഖൈറുൽ ലഹു മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, മഅദല്ലാഹ്. എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞത്? എന്റെ ഉമ്മത്തിന് ഈ ഒരു സ്ഥിതി വരെ വരും മക്കളെ കൊണ്ട്. എന്ത്? ഒരു മനുഷ്യൻ വളർത്തൽ, പോറ്റി വളർത്തൽ, വലദൽ കൽബ്, ഒരു നായയുടെ കുട്ടിയെ, ഒരു പട്ടിയുടെ കുട്ടിയെ പോറ്റി വളർത്തൽ, ഖൈറുൽ ലഹു, അവന് എത്രയോ ഖൈറാൻ, മിൻ അൻ യുറബ്ബിയ വലദൻ ലഹു, സ്വന്തം മകനെ മകളെ പോറ്റി വളർത്തുന്നതിനേക്കാൾ. ആ ഒരു സ്ഥിതി വരെ എന്റെ ഉമ്മത്തിൽ ചില ആളുകൾക്ക് വരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാന്റെ റസൂല് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രവചിതാഹ, ആ പ്രവചിച്ച കാര്യങ്ങൾ നടക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്നാണ്. ഏറെക്കുറെ ആയില്ലേ, കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ, പ്രതീക്ഷിച്ചതാണോ ഈ പ്രളയം ഇത്രയും വലിയ ഉഗ്ര താണ്ഡവം മുഴക്കി, രൗദ്രഭാവം മുഴക്കി കടന്നു വരുന്നു? ഇല്ല. പെരിയാറും ഗംഗയും എല്ലാ നദികളും, പേരാറും ഭാരതപ്പുഴയും നളയും ചാലിയാറും തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒക്കെ അതിന്റെ നാവ് നീട്ടി ഇങ്ങനെ വന്നപ്പോ അതവിടെ നിൽക്കും എന്ന് വിചാരിക്കുമ്പോ അടുത്ത പ്രഭാതത്തിൽ എണീക്കുമ്പോ വീണ്ടും നാവ് നീട്ടി നമ്മുടെ പടിക്കലെത്തി, നമ്മുടെ വീട്ടിൽ കയറി 1ാം നിലയിലേക്ക് അടക്കം എത്തി നോക്കി, നമ്മളെ പേടിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോയി. എവിടുന്നാണ് ഈ സ്രോതസ്? വേനൽക്കാലത്ത് ഈ നടുറോട്ടിൽ വെള്ളം കിട്ടാതെ കുടവുമായിട്ട് തക്കം പാർത്ത് നിന്നവരാണ് നമ്മുടെ കുടുംബിനികൾ. നമ്മുടെ തലക്ക് മുകളിലൂടെയാണ് ഉഗ്രഭാവം മുഴക്കിയിട്ട് പേമാരിയുടെ പ്രളയ ശീകരങ്ങൾ കടന്നു വന്നത്. ഇതൊക്കെ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ എല്ലാം ആക്കി മാറ്റാൻ കഴിയും. അവന്റെ ആകുന്ന റിമോട്ട് കൺട്രോളിന്റെ ബട്ടണിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് നമ്മൾ എന്നുള്ള ബോധം ഇടക്കിടക്ക് നമുക്ക് വേണം. അവൻ പ്ലേ നിൽക്കുമ്പോ നമ്മൾ രാവിലെ എണീക്കാൻ, അവൻ പോസ് നിൽക്കുമ്പോ നമ്മൾ രാത്രി പോയി കിടക്കാൻ.
പിറ്റേ ദിവസം രാവിലെ അവൻ പ്ലേ നെക്കിയാൽ മാത്രമേ എണീക്കുള്ളൂ. അതിന്റെ അപ്പുറത്ത് റിമോട്ടിൽ വേറൊരു ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ്. ആ ബട്ടൺ നെക്കിയാൽ പിന്നെ നമ്മുടെ മയ്യത്തും കരയില് 6 അടി മണ്ണ് കുഴിക്കണം, അനൗൺസ് വണ്ടി റെഡിയാവണം, ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് വേറെ ഒരു ടീം പോവണം, മയ്യത്ത് കെട്ടില് വേറെ ആരെങ്കിലും കൊണ്ടുവരണം, വാട്സപ്പിൽ വാർത്ത, ഫേസ്ബുക്കിൽ വാർത്ത, ആളുകൂടി വീട്ടിൽ പന്തല് കെട്ടി. എത്ര പെട്ടെന്നാണ് അവസ്ഥ മാറുന്നത്, എത്ര പെട്ടെന്നാണ് അവസ്ഥ മാറുന്നത്. എന്നിട്ടും പണ്ഡിതൻ പറയാൻ നറൽ അംവാത യമറു അമാമന കുല്ലയും, എല്ലാ ദിവസവും നമ്മുടെ മുന്നിലൂടെ മയ്യത്തുകൾ പോവാൻ. ഒന്നുകിൽ നമ്മൾ മയ്യത്തിന്റെ കാല് പിടിച്ചിട്ടുണ്ടാകും, മയ്യത്ത് കട്ടിലിന്റെ കാല്, അല്ലെങ്കിൽ നമ്മൾ മയ്യത്തിനെ കുളിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കഫൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുന്തിരിക്ക ഒലുവാനും പുകച്ചിട്ടുണ്ടാകും, റോസ് വാട്ടർ തെളിച്ചിട്ടുണ്ടാകും, ഖബർ കുഴിച്ചിട്ടുണ്ടാകും, ഖബർ കണ്ടിട്ടുണ്ടാകും. മിൻഹാ ഖലഖനാകും 1 പിടി, വഫീഹാ നുഈദുകും 2 പിടി, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ ഒടുക്കത്തെ പിടി, ഒരുപാട് പിടികൾ വാരിയിട്ടിട്ടുണ്ടാകും. എന്നാലും പോയി കിടക്കുമ്പോ നമ്മളോട് നമ്മളെ മനസ്സ് പറയില്ല, നീ അങ്ങനെ പോയി കിടക്കുമ്പോ നിന്റെ മുകളിൽ കുറച്ച് പിടികൾ വരുമല്ലോ. അതാണ് ദുനിയാവ്. هي الدنيا أقل من القليل وعاشقها أذل من الذليل. ഇത് ദുനിയാവാണ് എന്ന ബോധം നമുക്ക് വേണം. നമ്മളെ കുട്ടികളെ എല്ലാം അഭ്യസിപ്പിക്കണം. എല്ലാ വിദ്യാഭ്യാസവും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം, കൊടുത്തേ തീരൂ. എന്ത് വേണം? മതം പഠിച്ച ഭൗതിക ഉദ്യോഗസ്ഥനെങ്കിലും ആക്കാൻ കഴിയണം. ഇതൊരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അജണ്ടയല്ല. പിന്നെ ഒരു ഭൗതിക ഉദ്യോഗസ്ഥൻ മുസ്ലിം സമുദായത്തില് ഏത് ഭൗതിക മേഖലയിലേക്ക് പോകുന്നവനാണെങ്കിലും ശരി, ആദ്യം അവൻ മതം പഠിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ആ സീറ്റിൽ കൊണ്ടുപോയിരുത്താം. കാരണം അവനൊരു വില്ലേജ് ഓഫീസറായിട്ട് പോയിരിക്കുമ്പോ എല്ലാ മതക്കാരോടും നീതി പുലർത്താൻ അവന് കഴിയും. കാരണം അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഇറങ്ങിയിട്ടുണ്ട്, ഈമാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? 500ന്റെ നോട്ടുകെട്ടുകൾ വന്നിട്ട് എന്നോട് ആ ഫയലിൽ സൈൻ ചെയ്യാൻ പറയുമ്പോ സൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ. കാരണം ഡെമോക്രസിന്റെ വാള് പോലെ എന്റെ തലക്ക് മുകളിൽ ഉടയ തമ്പുരാന്റെ കണ്ണുകൾ ആടിക്കളിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, യു ആർ അണ്ടർ CCTV സർവൈലൻസ്. ഏതാണ് ആ CCTV? ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മുകളിൽ നിന്റെ റബ്ബിന്റെ കണ്ണുണ്ട് നിന്റെ നേരെ. ആ ബോധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഏത് സീറ്റിൽ പോയിരുന്നാലും അവിടെ അഴിമതി ഉണ്ടാവൂല, അവിടെ സ്വജനപക്ഷപാതം ഉണ്ടാവൂല. എല്ലാ മതക്കാർക്കും നീതി, എല്ലാ മതക്കാർക്കും ധർമ്മം, എല്ലാ മനുഷ്യർക്കും ആശ്വാസം. അതുകൊണ്ട് എന്ത് വേണം? നമ്മുടെ മക്കൾക്ക് ബോധം കൊടുക്കണം, വിശ്വാസം കൊടുക്കണം. മുകളിൽ ഒരുത്തനുണ്ട് എന്ന ബോധം. ഒറ്റക്കിരിക്കുമ്പോഴും ആ ഒരുവനെ പേടിക്കാൻ നമ്മളെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം. അല്ലാതെ ഇനി അടുത്ത നൂറ്റാണ്ടിലൊന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ പാടില്ല, നീ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടിയുടെ മുമ്പിൽ നമ്മൾ അടഞ്ഞ അധ്യായമാകുന്നത് ഒരിക്കലും ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് അല്ല. പിന്നെ എന്തുപയോഗിച്ചാലും അള്ളാഹു ഒരുത്തൻ കാണും. ഖബറിൽ അവൻ പിടിക്കും, മഹ്ശറിൽ അവൻ പിടിക്കും, സിറാത്തിൽ അവൻ പിടിക്കും, ഹിസാബിൽ അവൻ പിടിക്കും. ഈ ബോധം ഉള്ളിന്റെ ഉള്ളിക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കുട്ടി ഏത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ലോകത്തേക്ക് വിട്ടാലും പിഴക്കൂല. 100% ആ ഉറപ്പ് കൊടുക്കാനുള്ള ഈമാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും. അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നമ്മൾ UP-യിലും ബീഹാറിലും ആസാമിലും ആന്ധ്രയിലും ഒന്നല്ല. എല്ലാ സംവിധാനവും മൂക്കിന്റെ ചോട്ടില് സജ്ജമാക്കപ്പെട്ട കേരളത്തിലാണ്. എന്നിട്ടും നമ്മളത് പഠിക്കണില്ല. അള്ളാന്റെ മുമ്പിൽ എങ്ങനെ നമ്മൾ മറുപടി പറയും? അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ വർഷം മുതൽ നമ്മൾ പുതിയൊരു സിലബസ് മലപ്പുറം ജില്ലയിൽ ആരംഭം കുറിക്കുകയാണ്. ആ സിലബസ് ഇങ്ങനെയാണ്: SSLC കഴിഞ്ഞിട്ട് എല്ലാ വിഷയത്തിലും ഫുൾ ബ്രൈറ്റായ ബ്രില്യൻ്റായ കുട്ടികൾക്ക് മാത്രം. അതിൽ യാതൊരു രീതിയിലുമുള്ള റെക്കമെൻഡുകൾ പരിഗണിക്കുന്നതല്ല. നമുക്ക് റിസൾട്ടാണ് പ്രധാനം. ഈ വിഷയത്തിൽ നല്ല ബ്രെയിനുള്ള കുട്ടികൾ, ഷാർപ്പ് ബ്രെയിനുള്ള കുട്ടികൾ, ബ്രില്യൻ്റായ മക്കളെ ചേർത്ത് അവർക്ക് ഫിഖ്, ഹദീസ്, ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്, തഫ്സീർ, വളരെ പ്രധാനപ്പെട്ട ദീനിന്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ട് അവരൊരു മതപണ്ഡിതനാക്കിയിട്ട് നമ്മൾ പുറത്തു വിടും എന്നൊരിക്കലും നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നില്ല. അതിലപ്പുറം അവരൊരു ഉദ്യോഗസ്ഥനാക്കി മാറ്റും. അഥവാ സയൻസിൽ നീറ്റ് പരിശീലനം ശരിക്ക് കൃത്യമായിട്ട് കൊടുക്കുക. ഹ്യൂമാനിറ്റീസിന്റെ മേഖലയിലാണെങ്കിൽ ഡിഗ്രി കൊടുക്കുക, PSc UPSC പരിശീലനങ്ങളൊക്കെ തന്നെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക. കൊമേഴ്സിന്റെ മേഖലയിലാണെങ്കിൽ CA ACCA പരിശീലനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. ദീന് പഠിച്ചൊരു കുട്ടി അങ്ങനെ ഇറങ്ങട്ടെ.
ഒരു ഉസ്താദ് സക്കാത്തിന്റെ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ എഫക്റ്റീവായിരിക്കും നാളെ ദീന് പഠിച്ച ഒരു സിയക്കാരൻ സക്കാത്തിന്റെ ക്ലാസ് എടുക്കുന്നത്. ഒരു സിയക്കാരനായ മതം പഠിച്ച ഒരാൾ, ഫിഖ് പഠിച്ച ഒരു സിയക്കാരൻ ഇവിടെ വന്നിട്ടൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയിട്ട് നിങ്ങളെ സ്വത്തിന്റെ 2.5 അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്, അതിന്റെ അവകാശികളുടെ ഗ്രാഫ് ഇതാണ്, അത് ഇന്നാലിന്ന സ്വത്തിൽ ഇന്നാലിന്ന രീതിയിലാണ് അതിന്റെ വിഭജനം എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്ത് കൊടുത്താൽ ആ ക്ലാസ്സിൽ ഇരുന്ന മുഴുവൻ ചെറുപ്പക്കാരും വീട്ടിൽ പോയിട്ട് കാൽക്കുലേഷൻ നടത്തും. എന്റെ അന്നൽ ഇൻകം എത്രയാണ്, അതിന്റെ 2.5% എത്രയാണ്, അത് ഞാൻ നിർബന്ധമായിട്ടും പാവപ്പെട്ടവന് കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കേണ്ടതാണ്. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എല്ലാവർക്കും നന്മ കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിൽ എല്ലാ പാഠ്യേതര വിഷയങ്ങളൊക്കെ ഉണ്ട്, ഭാഷകളുണ്ട്, കൃത്യമായ പ്രഭാഷണ പരിശീലനങ്ങളുണ്ട്, സാഹിത്യ അഭിരുചികൾ, കഥ, കവിത, നോവൽ അഭിരുചികൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്, കായിക മേഖലയിലും കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നല്ല ഒരു സിലബസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മലപ്പുറം ജില്ലയിൽ അതിന്റെ ആദ്യ പടി നമ്മൾ തുടക്കം കുറിക്കുന്നു എങ്കിലും നമുക്ക് എല്ലാ ജില്ലകളിലേക്കും എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീഡ് എവിടേക്കാണ് കൂടുതൽ ആവശ്യമുള്ളത് അവിടേക്കൊക്കെ സ്ഥലം ലഭ്യമാകുന്ന മുറക്ക് നമ്മുടെ സിലബസ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. കാരണം സിലബസ് എല്ലാം കൃത്യമായി 2 വർഷത്തെ നിതാന്തമായ പഠനം ആ വിഷയത്തിൽ നടത്തപ്പെട്ടതിന് ശേഷമാണ് സിലബസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ തന്നെ പലതും കിതാബ് സ്വലാത്ത്, ഒരു ഫിഖഹിന്റെ കിതാബ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിതാബാണ്ട് മറച്ചു വെച്ചിട്ട് അർത്ഥം വെച്ച് കൊടുക്കുന്ന രീതിയേ ഈ സിലബസിൽ ഉണ്ടാവില്ല, ക്ലാസ് റൂമിൽ ഉണ്ടാവില്ല. മുഴുവൻ ക്ലാസ് റൂമുകളും ഓഡിയോ വിഷ്വൽ സൗകര്യമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളാകണം. അതിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകനും അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള മതവും ഭൗതികവും എല്ലാം പഠിച്ച അധ്യാപകനുമായിരിക്കണം. എന്നിട്ടോ ഈ കുട്ടികൾക്ക് ആദ്യം നിസ്കാരത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് കാണിച്ചു കൊടുക്കുന്നത്, കൃത്യമായി എങ്ങനെ നിസ്കരിക്കണം. രണ്ടാമത്തത് അത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാൻ, എന്നിട്ടാണ് നമ്മൾ കിതാബ് സ്വലാത്ത് എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ കുട്ടിക്ക് മനസ്സിൽ വേഗം പതിയും റുക്ന് എത്രയാണ്, ഷർത്ത് എത്രയാണ്, എന്റെ മുഅക്കദായ സുന്നത്തുകൾ ഏതൊക്കെയാണ്, റവാത്തിബ് ഏതൊക്കെയാണ്, ഫർളുകൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എന്തൊക്കെയാണ്. വളരെ കൃത്യമായിട്ട് നമ്മളെ കുട്ടിക്ക് അത് പഠിച്ചു കഴിഞ്ഞിരിക്കും, അവന്റെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. ഈ വിദ്യാഭ്യാസ രീതിയുടെ ഒരു പാക്ക്ഡ് സിസ്റ്റമാണ് നമുക്കിനി എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളുടെയും പിന്തുണ വേണം. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഞാൻ വളാഞ്ചേരിയിൽ 10-30 കുട്ടികളെ ഇപ്പോൾ PSCയിൽ 1 ടൈം രജിസ്ട്രേഷൻ നിർവഹിച്ചു. മുതല്ലിമീങ്ങളായ കുട്ടികളെ 1 ടൈം രജിസ്ട്രേഷൻ നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് ദീനിയായ ദഅവത്തുകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ പൊതുസമൂഹം കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാ വിഷയവും വളരെ കൃത്യമായി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയാൻ കാരണം, വേറെ ഒന്നുകൊണ്ടല്ല. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഇതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പുറത്ത് പെൺകുട്ടികൾക്കും ഇതേ രീതി സിസ്റ്റം നമുക്ക് വേണം. ഇപ്പൊ നമ്മളെ കുട്ടികൾ മെഡിക്കലിന് പോകുന്നുണ്ട്, എഞ്ചിനീയറിംഗിന് പോകുന്നുണ്ട്, എല്ലാം വേണം. ഒരു കുട്ടികൾക്കും അത് തടയാൻ പാടില്ല. പെണ്ണ് എന്നുള്ളത് ഒരു പ്രസവ യന്ത്രം മാത്രമൊന്നുമല്ല, നല്ല ബ്രെയിനുള്ള മക്കളാണ് അവര്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് പല ക്യാമ്പസിൽ നിന്നും കുട്ടികളെ കൾച്ചർ മാറി പോവാണ്. പലപ്പോഴും കൗൺസിലിംഗ് സെന്ററുകൾ നടത്തുകയാണ്. പലപ്പോഴും നമുക്കൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് വിടണം എങ്കിൽ അവൾക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഭൗതിക മേഖലയിൽ പോകുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ഓരോ മഹല്ലുകളുമായി ബന്ധപ്പെട്ട് കോളുകൾ വരുന്നതാണ്. കൗൺസിലിംഗ് ചെയ്യാതെ അവളെ ഒരിക്കലും മറ്റൊരു ചെറുപ്പക്കാരന്റെ കൂടെ നിക്കാഹ് ചെയ്ത് വിടാൻ സാധ്യമല്ല. കാരണം ഈ കുട്ടി തുറന്നു പറയാൻ, എന്നെ സംബന്ധിച്ചിടത്തോളം അയാളുമായി ജീവിക്കാൻ കഴിയൂല, there is another partner, ഞാൻ എങ്ങനെ ആ ബന്ധം ഒഴിവാക്കും? അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വനിതാ യത്തീംഖാനകളിലേക്ക് കുട്ടികൾ പഠിക്കാൻ വരാത്തതിന്റെ പേരിൽ ആ വനിതാ യത്തീംഖാനകളൊക്കെ കൗൺസിലിംഗ് സെന്ററുകളായി ഉപയോഗിക്കുകയും ആ കൗൺസിലിംഗിന് ശേഷം നമ്മളെ കുട്ടികളെ കെട്ടിച്ചയക്കേണ്ടി വരികയും ചെയ്യുന്ന സ്ഥിതി വളരെ ദയനീയമാണ്. അതിനെന്ത് വേണം? മതം ചോർന്നു പോകാത്ത, മതബോധം കൊടുക്കുന്ന, മതത്തിന്റെ കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യാൻ സാധിക്കുന്ന, എന്നാൽ ഭൗതികം കൃത്യമായി കിട്ടുന്ന ക്യാമ്പസ് സംവിധാനങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കണം, കൂലംബശമായി ഇടപെടണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബക്കറ്റ് കളക്ഷൻ നടന്നു. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളെ സമീപിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് ഈ പരിപാടിയോട് സഹകരിക്കണം. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ സിയാദ് സാഹിബും നിസാർ സാഹിബും എല്ലാവരും
അൻവറാണെങ്കിൽ ഓരോ ദിവസം വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ പരിപാടി ഒന്ന് തീർന്നു കിട്ടട്ടെ എന്ന് പറഞ്ഞ് ദ്വാരക്കായിരുന്നു. കാരണം നാളെ മുതൽ വിളി വരൂലല്ലോ, അതിനു വേണ്ടിയിട്ട്. അപ്പൊ ആ രീതിയിലായിരുന്നു ഇതിന്റെ ഫോളോ അപ്പ് നടന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രവർത്തകരുടെ വളരെ ആവേശത്തിൽ അവരൊരു പരിപാടി ഇവിടെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, റിസ്കുകളൊക്കെ അവർക്ക് ഉണ്ടാവും. SKSSFന്റെ കൂടെ നമ്മളെ മക്കളെ നമ്മൾ നിർത്തണം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ, എന്റെ അനുഭവത്തിൽ ഒരിക്കലും തീവ്രത പറയുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. എല്ലാ മതക്കാരോടും ഒരുപോലെ ചിരിച്ച് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയും. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് കൊപ്പം ജുമാ മസ്ജിദിൽ നിന്നാണ്. കൊപ്പം ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇന്നലെ നിർവഹിച്ചു. ഇന്ന് ആ കൊപ്പം ജുമാ മസ്ജിദ് വളരെ സെൻട്രലൈസ്ഡ് AC ഒക്കെ ചെയ്ത് വലിയ സെറ്റപ്പിലുള്ള ഒരു പള്ളിയാണ്. അത് ഇന്ന് സഹോദര മതസ്ഥരായ ഹൈന്ദവർക്ക് കാണാൻ തുറന്നു കൊടുത്തിരിക്കുകയാണ്. എല്ലാ ആളുകളും പള്ളി വന്ന് കണ്ട് ഖത്തീബ് പറഞ്ഞു കൊടുക്കാൻ ഇത് മിമ്പർ, ഇത് മിഹ്റാബ്. അപ്പൊ ഒരു ഹൈന്ദവ സഹോദരൻ ചോദിക്കുന്നുണ്ട്, എന്താ ഈ മിമ്പർ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇതൊരു തുറന്ന പുസ്തകമാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ സാധ്യമായതിലുള്ള ചാരിതാർത്ഥ്യം. അപ്പൊ അവര് സംഘടിപ്പിച്ച മതസൗഹൃദ സാംസ്കാരിക സംഗമത്തില് മുഹ്സിൻ MLA കൂടെ, പട്ടാമ്പി MLA മുഹ്സിൻ MLA കൂടെ വിനീതനായിരിക്കുന്ന സദസ്സിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വലിയ കുളങ്ങരയിലേക്ക് വരുന്നത്. വലിയ കുളങ്ങരയിൽ വലിയ കുളമുണ്ടോ? ഇല്ലല്ലേ? വലിയ കുളം പ്ലസ് കര, വലിയ കുളത്തിന്റെ കര, അതാണ് വലിയ കുളങ്ങര പള്ളി. അറബിയിൽ പറഞ്ഞാൽ മസ്ജിദ് സാഹിൽ ബിർക്കത്തിൽ കുബ്ര. കിതാബിൽ കുറെ കണ്ടിട്ടുണ്ട് മസ്ജിദ് സാഹിൽ ബിർക്കത്തിൽ കുബ്ര. അത് ഈ വലിയ കുളങ്ങരയാണോ ഇനി താനൂരിലെ വലിയ കുളങ്ങര എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണം. ബിർക്കത്തുൽ കുബ്ര, വലിയ കുളം, സാഹിൽ കര. അപ്പൊ വലിയ കുളത്തിന്റെ കരയിൽ ഒരു പള്ളി ഉണ്ടാവുമ്പോഴാണ് വലിയ കുളങ്ങര പള്ളിയാവൽ. ഓരോ സ്ഥലത്തിനും വജൂദ് തസ്മിയത്ത് ഉണ്ടാകും അല്ലെ? കുറ്റിപ്പുറത്തിന്റെ അപ്പുറത്താണ് ആനക്കര, അതിന്റെ രണ്ടിന്റെ ഇടയിലാണ് ഭാരതപ്പുഴ ഉള്ളത്. അപ്പൊ കുറ്റിപ്പുറം എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഈ പേരുണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ഒരു കാടായിരുന്നു, കുറെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായി, ഈ കുറ്റിയുടെ വലിയൊരു കുറ്റിയുടെ മുകളിൽ ആനനെ കെട്ടിയിട്ട് പാപ്പാൻ ചങ്ങല കൊണ്ട് തളച്ചിട്ട് പാപ്പാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഭാരതപ്പുഴ വറ്റി കിടക്കുകയാണ് ആ സമയത്ത്. അപ്പൊ എന്ത് ചെയ്ത്, ആനക്ക് ദേഷ്യം പിടിച്ചു, ആനക്ക് വിഷക്കുണ്ട്, പനമ്പട്ടയൊന്നും കിട്ടിയിട്ടില്ല. ആന കിട്ടിയ ചാൻസിൽ ചെങ്ങല പൊട്ടിച്ചു. ആന ഭാരതപ്പുഴ കടന്നു അപ്പുറത്തെത്തി. അപ്പൊ പാപ്പാൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കുറ്റി ഇപ്പുറം ആന അക്കര. അങ്ങനെയാണ് കുറ്റിപ്പുറവും ആനക്കരയും ഉണ്ടായത്. കുറ്റിപ്പുറം ഇപ്പുറത്ത്, ആനക്കര അപ്പുറത്ത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന നമ്മുടെ പ്രസിഡന്റ് ശൈഖുന കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറിടം പ്രകാശിപ്പിക്കുമാറാകട്ടെ, ആനക്കരയിലാണ് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഉള്ളത്. കുറ്റിപ്പുറം പിന്നെ നിങ്ങൾക്കൊക്കെ അറിയും ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഓരോ സ്ഥലത്തിനും ഓരോ ചരിത്രങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അപ്പോ അത് ഈ ഓൺലൈൻ സംവിധാനം ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ പാടാൻ താല്പര്യപ്പെടുന്നില്ല, വേറൊന്നുണ്ടല്ല. ഞാൻ ഈ ലൈവ് വേണ്ടെന്ന് പറയാൻ കാരണം പറഞ്ഞ അതുകൊണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സദസ്സിന്ന് ആരോ കൊടുത്തയച്ചതായിരിക്കും. പിന്നെ ദാറുൽ ഹുദയിലെ പഠനകാലത്തുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്ന് പറഞ്ഞാണ്ട്. നമ്മൾ പ്രാദേശികമായിട്ട് സ്വകാര്യം പറയുമ്പോൾ ഒരിക്കലും ഓൺലൈൻ സംവിധാനമില്ല. നമ്മളെ ഇടയിൽ പറയുന്ന കാര്യങ്ങൾ എന്തിനാ ലോകത്തോട് മുഴുവൻ നമ്മൾ വിളിച്ചു പറയുന്നത്? ഞാൻ അതിനാണ് അൻവറിനെ വിളിച്ചിട്ട് പറഞ്ഞത് ലൈവ് വേണ്ട എന്ന് പറയാൻ കാരണം. പ്രാദേശികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ പറയും, അതൊക്കെ ലൈവിൽ പോവാൻ. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. അവർ കേട്ടോട്ടെ, ഇനി ഏതായാലും കേൾക്കട്ടെ. നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറുക. ഏതായാലും നനഞ്ഞിറങ്ങി, ഇനി കുളിച്ചു കയറുക. അപ്പൊ നമ്മൾ ഈ പ്രാദേശികമായിട്ട് ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാകും. ഈ ലൊക്കാലിറ്റിയിൽ മാത്രം ചിലപ്പോൾ പറയേണ്ട ഇഷ്യൂസ് ആയിരിക്കും. അത് അടുക്കളയിൽ പറയുന്ന കാര്യം അങ്ങാടിയിൽ പാട്ടാവാണ്. അത് പല പ്രവാസി സുഹൃത്തുക്കളും ഇത് ഒഴിവ് സമയത്താണ് അവർ ഗൾഫിൽ കേട്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യോ, നമ്മള് വിവാദമാവാൻ സാധ്യതക്കുള്ള ചില കാര്യങ്ങൾ അവർ ആവേശത്തിന്റെ പുറത്തായിരിക്കും അത് കട്ട് ചെയ്യുന്നത്. ആ ക്ലിപ്പ് മാത്രം പെട്ടെന്ന് വരും, നാളെ അത് പ്രത്യക്ഷപ്പെടും. അങ്ങനെ കുറെ സാങ്കേതികമായ പ്രശ്നം. അങ്ങനെയാണ് ചക്രവാളങ്ങളിലൊക്കെ ഓരോ വാക്കും അതാണ് എന്താ, അങ്ങനത്തെ ലോകമാണ് ഇന്നത്തെ ലോകം. അപ്പൊ ഞാൻ പൊതുവേ ഇതിന് താല്പര്യപ്പെടാറില്ല, വേറൊന്നുകൊണ്ടുമല്ല. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പ്രാദേശികമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോഴേ അവര് ഈ കോൺസെപ്റ്റോട് കൂടെയല്ല മറ്റുള്ള ശ്രോതാക്കൾ ഇതിനെ കാണും. നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഫേസ് എൻ്റെ മുഖത്തുണ്ട്.
ഇതായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരായിട്ട് എനിക്ക് ബന്ധമില്ല. അപ്പൊ അവരിതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് കേൾക്കാനുള്ള താല്പര്യത്തിന്റെ പുറത്തായിരിക്കും വെക്കുക. അങ്ങനെ ഒരു എന്താ പറയാ കാര്യം അതിനുണ്ടെങ്കിലും അതിന് വേറൊരുപാട് ദോഷങ്ങളും ഉണ്ട്. ഇസ്മുഹുമ അക്ബറു മിൻ നഫഹിമ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരവസരത്തിൽ അത് പാടണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബക്കറ്റുമായിട്ട് നമ്മുടെ സഹോദരങ്ങൾ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും കാര്യമായിട്ട് നമ്മൾ ക്യാൻസർ രോഗികളെ സഹായിക്കാനും കിടപ്പിലായ രോഗികൾക്കൊക്കെ സഹായം കൊടുക്കാനും SKSSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇനി മുതൽ ഒരുങ്ങിത്തിരിക്കാൻ നമുക്ക് നല്ലൊരു ആവേശത്തിൽ ഈ പ്രക്രിയ കൊണ്ടുപോകണം. അൽഹംദുലില്ലാഹ് ഇപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഒക്കെ പിന്നെ ഒരുപാട് ആലപ്പുഴ സമ്മേളനം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തേക്കൊക്കെ ഇത് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഘമാണ് എന്നുള്ള ബോധം പൊതുവെ ആളുകൾക്കിടയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. SKSSFന്റെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടികൾക്കും പിഴക്കാൻ കഴിയൂല, അവർക്ക് ദിശാബോധം കൊടുക്കുന്നുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് നിങ്ങളതിനെ പറ്റി പഠിക്കണം. സാത്വികരായ ഒരുപാട് കറാമത്ത് കാണിച്ച പണ്ഡിതന്മാരാണ്. മഹാനായ ശൈഖുന വലിയുല്ലാഹി അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആളുകളാണ് നമുക്കൊക്കെ നേതൃപരമായ ഇടപെടലുകൾ, നേതൃത്വം, കാർമ്മികത്വം ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദുആ പോലെ നമ്മളെ മക്കൾ ഇന്ന് എന്ത് കൊണ്ട് പഴക്കാൻ സാധ്യതയുള്ള ഈ ലോകത്ത് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഒരു കൂട്ടായ സംഘബോധം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ക്യാൻസർ രോഗികളെ സഹായിക്കാന് ഓരോരുത്തർക്ക് ഒരു 500 രൂപ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുക, 1000 രൂപ കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ കൊടുക്കുക, മാസത്തിൽ 1000 500 കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ കൊടുക്കുക. ഇതൊരു പ്രക്രിയയായി മുന്നോട്ട് പോകണം. നമുക്ക് സഹചാരി എന്ന് പറഞ്ഞിട്ടൊരു വിങ് തന്നെയുണ്ട്. ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, സഹചാരി. എവിടേക്കാണ് അവൻ ചരിക്കുന്നത് അവന്റെ കൂടെ ചരിക്കുന്നവൻ, അവൻ ചരിക്കുന്നിടത്തേക്കൊക്കെ അവന്റെ കൂടെ ചരിക്കുന്നവൻ, രോഗിയുടെ കൂടെ നിൽക്കുന്നവൻ, അവശന്റെ കൂടെ നിൽക്കുന്നവൻ. അങ്ങനെ ഒരു സുസജ്ജമായ സംഘടിതമായ ഒരു സേന തന്നെ SKSSFന്റെ കീഴിലുണ്ട്. അപ്പൊ എല്ലാവരും നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് നിർവഹിക്കാൻ ഒരുപാട് റിസ്ക് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സജ്ജീകരണങ്ങൾ ഒരുക്കണം, ലൈറ്റ്, സൗണ്ട്, ഇതിന്റെ അഡ്വർടൈസ്മെന്റ്, ഇതിന്റെ പബ്ലിസിറ്റി, ഇതിലേക്ക് ആളെ കൊണ്ടുവരല്, ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ തലവേദനയാണ്, വലിയ തലവേദനയാണ്. അപ്പൊ നമ്മൾ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ തീരുമാനിച്ചു ഇതൊന്നും വേണ്ട, എന്തിനാണ് വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്, ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പം വരാനില്ലല്ലോ എന്നും കണ്ടിട്ട് അവരൊന്നും ചെയ്യാതെ ശൂന്യതയിലേക്ക് ഇങ്ങനെ കണ്ണു നട്ടിട്ട് വെറും വിരസതയോടുകൂടെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആരും ഒരു പരാതിയും പറയാൻ പോണില്ല. പക്ഷെ അവര് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അതിന് നമ്മള് ദീന് പറയുന്നു, ദീന് കേൾക്കുന്നു, അതിനുള്ള സംവിധാനങ്ങൾ അവര് നമുക്ക് ഒരുക്കി തരുന്നു. അവര് ചെയർ അടക്കം ഇട്ട് ലൈറ്റും സൗണ്ടും സ്റ്റേജും ഒക്കെ കെട്ടി ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്ന് എല്ലാം സജ്ജീകരിച്ച് നിങ്ങളൊന്ന് വന്നിരുന്ന് കേട്ട് തരണം എന്ന് പറയുമ്പോ ആകെ നമുക്കുള്ള റിസ്ക് അതിനൊന്ന് ചെവി കൊടുക്കുക, അതിലൊന്ന് പങ്കാളിത്തം വഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെയൊക്കെ ഇന്ധനം നമ്മളാണ്. ഈ ചെറുപ്പക്കാരായ നമ്മുടെ പ്രവർത്തകന്മാരുടെ ഈ ഓട്ടത്തിനുള്ള ഇന്ധനം നമ്മളാണ്. അതിലേറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത് വൽ കലിമത്തു തയ്യിബത്തു സദഖ, നല്ല ഒരു വാക്ക് ദാനമാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്റെ കാര്യം നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖോടെ കൂടെ അൽഹംദുലില്ലാഹ് ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ മക്കളെയൊക്കെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലും അതിന്റെ സഹസ്ഥാപനങ്ങളിലും ചേർത്ത് തുടങ്ങി. 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ മക്കള് 11.5 വയസ്സിൽ കവിയാത്ത കുട്ടികളെയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കുക. നിങ്ങളെ കുട്ടിക്ക് അതിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവിയെ പറ്റി പിന്നെ നമുക്കൊരു ആശങ്കയും വേണ്ട. അവൻ തിരിച്ചു വരുമ്പോ കൃത്യമായ 4 ഭാഷകൾ അവൻ പഠിച്ചിട്ടുണ്ടാകും. അനായാസം ആ കുട്ടി അത് കൈകാര്യം ചെയ്യും. കൃത്യമായി ഇസ്ലാമിന്റെ കിട്ടേണ്ട മത കിതാബുകൾ മുഴുവൻ അവൻ അപഗ്രഥനം നടത്തിയിട്ടുണ്ടാകും. എല്ലാ ജ്ഞാനങ്ങളും അവന്റെ മസ്തിഷ്കത്തിൽ രൂഢമൂലമായിട്ടുണ്ടാകും. കൃത്യമായി അവന് ഭൗതിക പരിജ്ഞാനം ഉണ്ടാകും, ഡിഗ്രി ഉണ്ടാകും, PG ഉണ്ടാകും, 4 ഭാഷകൾ ഉണ്ടാകും, പ്രഭാഷണ പരിശീലനം ഉണ്ടാകും, എഴുത്തുണ്ടാകും. ഇങ്ങനെ എല്ലാം ഓൾ ഇൻ വൺ, എല്ലാം ഒറ്റ കുട്ടിയിൽ ഒരുമിച്ച് കൂടി ഒരു ഐക്കണാക്കി അവനെ പുറത്തേക്ക് വിടുന്ന ഒരു പാഠ്യ പദ്ധതിയാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ദാറുൽ ഹുദയിൽ പഠിച്ച പണ്ഡിതന്റെ ബിരുദ നാമമാണ്, ടൈറ്റിലാണ്
ഹുദവി എന്നുള്ളത്. ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതൻ എന്നാണ് ഹുദവി എന്ന ടൈറ്റിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നർത്ഥം. ദാറുൽ ഹുദയുടെ സഹസ്ഥാപനങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് വന്നു. ഇപ്പൊ ഇതാ തിരുവനന്തപുരം ജില്ലയില് ഒരു സുമനസ്കനായ ഒരു വ്യക്തി 1 ഏക്കർ ഭൂമി ദാനമായി കോൺട്രിബ്യൂഷനായി കൊടുത്തു. അതിലേക്ക് അഡീഷണലായിട്ട് നമ്മുടെ അധികൃതർ 1 ഏക്കർ ഭൂമി കൂടി എടുത്തു. ഇപ്പൊ 2 ഏക്കർ ഭൂമിയിൽ കൃത്യമായ സംവിധാനത്തോടുകൂടെ അവിടെയും നമ്മുടെ ഒരു സ്ഥാപനം കടന്നു വരികയാണ് എന്നർത്ഥം. അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഒരുപാട് ആളുകൾ, ഞാനിപ്പോ ഈ അടുത്ത് ഒമാനിൽ പോയപ്പോ നമ്മുടെ കൊല്ലം സ്വദേശി കരുനാഗപ്പള്ളി സ്വദേശിയായ റാഫി സാഹിബ് ജമിയത്തുൽ മുഅല്ലിമീന്റെ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് 1 ഏക്കർ ഭൂമി പരിശുദ്ധമായ സമസ്തക്ക് കൊടുക്കാനും അതിന്റെ നല്ലൊരു പാഠ്യപദ്ധതി ആ ഭൂമിയിൽ കൊണ്ടുവരാനും താല്പര്യം വിനീതനായ എന്നെ അദ്ദേഹം അറിയിക്കുകയുണ്ടായി. അത് ഇബ്ര എന്ന് പറയുന്ന ഒമാനിലെ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം ആ കാര്യം അറിയിച്ചത്. അങ്ങനെ തൽപരരും സുമനസ്കരും ഒക്കെ ആയ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ഈ കൊല്ലം സ്വദേശിയായ ഒരു വ്യക്തി, ഒരു സഹോദരന്റെ ഹോട്ടലിലാണ് അദ്ദേഹം കുടുംബസമേതം അവിടെ താമസിക്കുകയാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഇവിടുത്തെ പശ്ചാത്തലങ്ങളും ഞങ്ങളുടെ നാട്ടിൽ ദാറുൽ ഹുദയെ പോലെയുള്ള ഒരു സ്ഥാപനം നിർബന്ധമായിട്ടും വരണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇരുന്ന് സംസാരിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാല് ഒരു ചില്ലി ക്യാഷ് പോലും ഫീസ് ഇനത്തിൽ വാങ്ങാതെയാണ് ഈ മക്കളെ ഞാൻ ഈ പറഞ്ഞ സകല വിജ്ഞാന ശാഖകളും കൊടുത്തിട്ട് വാർത്തെടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുന്നത്, ഒരു ബിരുദം കൊടുക്കുന്നത്. അങ്ങനെ ഒരു പണ്ഡിതനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പറ്റി ആ പണ്ഡിതന് ഒരു കൺസെപ്റ്റ് ഉണ്ടാകും. പണ്ഡിതന് വേൾഡ് വ്യൂ ഉണ്ടാവും, ലോക വിവരങ്ങൾ ഉണ്ടാകും. പ്രാദേശികമായിട്ടുള്ള ചെറിയ കശപിശ തർക്കങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. ആ പണ്ഡിതൻ ലോകവീക്ഷണത്തോടു കൂടെ ആൾക്കാരെ കാണും. ഒരാളെ കണ്ടാൽ ഒരു മനുഷ്യൻ എന്നേ ആ കുട്ടി പറയുള്ളൂ, ആ പണ്ഡിതൻ പറയുള്ളൂ. ആദ്യം തന്നെ ഓ നീ ഹിന്ദു, ഓ നീ മുസ്ലിം, ഓ നീ ക്രിസ്ത്യാനി എന്ന് ദാറുൽ ഹുദയിൽ പഠിച്ചൊരു കുട്ടിക്ക് പറയാൻ കഴിയൂല. കാരണം അവിടെ ദിറാസാത്തുൽ അദിയാൻ പഠിപ്പിക്കപ്പെടുന്നുണ്ട്, മതങ്ങളുടെ മൂല്യം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏതാണ് നമ്മളെ ലീഡർ? യുക്രിമു കരീമ കുല്ലി ഖൗമിൻ, എല്ലാ സമുദായത്തിന്റെയും നേതാവിനെ ആദരിച്ച നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ നാട്ടുകാരോട്, എന്റെ ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരി സഹോദരങ്ങളോട് വാക്ക് തരികയാണ്. ദാറുൽ ഹുദയിലോ അനുബന്ധ സ്ഥാപനത്തിലോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ നിങ്ങളുടെ മകനെ കൊണ്ട് മകളെ കൊണ്ട് നിങ്ങൾക്ക് കണ്ണിന്റെ കുളിർമയായിരിക്കും ആ കുട്ടി. തീർച്ചയായും ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു സിലബസ് ആണ്. അതുകൊണ്ടാണ് അത് ഓരോ ദിവസവും പിന്നെ അത് പുതിയ പുതിയ വെർഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ദാറുൽ ഹുദയിലെ മക്കൾ എവിടേക്ക് എത്തി? ഖത്തർ അൽ ജസീറ ചാനലിന്റെ ടെക്നിക്കൽ അഡ്വൈസർ ഒരു ഹുദവിയാണ്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ചാനലിന്റെ ടെക്നിക്കൽ അഡ്വൈസർ, ഖത്തർ സർക്കാരിന്റെ ഓഫീസ് സെക്രട്ടറി, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓഫീസ് സെക്രട്ടറി ഒരു ഹുദവിയാണ്, ഫൈസൽ ഹുദവി പട്ടാമ്പി. മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞത് മജീദ് ഹുദവി പുതുപ്പറമ്പ്, സിംസാറുൽ ഹഖ് ഹുദവി ഞാൻ പരിചയപ്പെടുത്തേണ്ട വിവരണങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. ലണ്ടനിലായിരുന്നു കഴിഞ്ഞ റമദാനിന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നത്. അബുദാബി ഇസ്ലാമിക് സെന്ററിൽ വെച്ച് സിംസാറുൽ ഹഖ് ഹുദവി ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓരോ ആഴ്ചയിലും നടത്തുന്ന ഇംഗ്ലീഷ് പ്രഭാഷണം കേൾക്കാൻ വലിയ സർവകലാശാലകളിലെ വിദേശികളായ പ്രൊഫസർമാര് നേരത്തെ വന്നിട്ട് ചെയറിലിരിക്കും. എന്തിന്? മലപ്പുറത്തുകാരനായ ഒരു നാടൻ കർഷകന്റെ മകൻ ഇംഗ്ലീഷിൽ ഖുർആനും ഹദീസും ക്ലാസ് എടുക്കുന്നത് കേട്ടിരിക്കാൻ. നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചെയർപേഴ്സണായിട്ട് ഹുദവിമാരുണ്ട്. ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ ലെക്ചർമാര് ഹുദവിമാരുണ്ട്. ഒരുപാട് അറബ് രാജ്യങ്ങളിൽ കോടതികളിൽ ഹുദവിമാരുണ്ട്. UAE ഒരു പ്രസിദ്ധമായ കോടതിയിൽ ഉദ്യോഗസ്ഥനാണ് അലവിൽ ഹുദവി മുണ്ടംപറമ്പ് എന്ന് പറയുന്ന പണ്ഡിതൻ. ഒരുപാട് അറബ് പൗരന്മാരുമായി ബന്ധം സ്ഥാപിച്ചു പോയൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് ഹുദവിമാർ ഇന്ന് സമൂഹത്തിന്റെ നാനാതുറകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BBC-യിൽ ഹുദവി വർക്ക് ചെയ്യുന്നുണ്ട്. സൈനുൽ ആബിദീൻ ഹുദവി ലണ്ടനിലാണ്. BBC ചാനലിലെ റിപ്പോർട്ടറാണ് അദ്ദേഹം. അദ്ദേഹം ഈ അടുത്ത് വിളിച്ചിട്ട് നമ്മുടെ ഹുദവി സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഇവിടെ ലണ്ടനിൽ ഒരുപാട് മുസ്ലിം വിദ്യാർത്ഥികളുണ്ട്, പക്ഷെ മതം പഠിക്കാൻ അവർക്ക് സംവിധാനമില്ല. ഇപ്പൊ നമ്മളെ സമസ്തന്റെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഒരു കൂട്ടം ആൾക്കാർ
എന്തിന്? ലണ്ടനിലെ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ. ദാറുൽ ഹുദ ഉണ്ടായിട്ട് എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ പഠിക്കണം. ആന്ധ്രാപ്രദേശിലെ 8 ഏക്കർ ഭൂമിയിലാണ് വലിയ ഒരു ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. എന്ത്? റിക്ഷ വലിച്ചുകൊണ്ട് ആന്ധ്രയിലൂടെ നടന്നു പോകുന്ന ഒന്നുമല്ലാതിരുന്ന മക്കളെ ഇന്റർവ്യൂ നടത്തി കുട്ടിക്ക് പഠിക്കാൻ കഴിയും, ബുദ്ധിശക്തി ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന് ശേഷം ആ മക്കളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് വാർത്തെടുത്ത് ഇനി അടുത്ത വർഷം മുതൽ ആന്ധ്രയിൽ അവിടെ നിന്ന് തന്നെ പഠിച്ച ഹുദവികളായി പണ്ഡിതന്മാർ അവിടെ ഇറങ്ങാൻ പോവാൻ. ആ നാട്ടുകാരായ മക്കൾ ആ നാട്ടില് ഹുദവി ബിരുദം എടുത്തിട്ട് ഇറങ്ങാൻ പോവാൻ. ആരാ സനത് കൊടുക്കുന്നത്? നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ പഠിപ്പിക്കാൻ. ആസാമിൽ ക്യാമ്പസായി, ബംഗാളിൽ ക്യാമ്പസായി, ആസാമിലും ബീഹാറിലും ഇപ്പോ മോഡേൺ സ്കൂളുകൾ നടത്തിക്കൊണ്ടിരിക്കാൻ. 100 ചില്ലാനം മദ്രസകൾ ദാറുൽ ഹുദയിൽ പുറത്തിറങ്ങിയ ഹുദവികളുടെ സംഘടന ഹാദിയ, ഹുദവീസ് അസോസിയേഷൻ ഫോർ ഡിവോട്ടഡ് ഇസ്ലാമിക് ആക്ടിവിറ്റീസ് എന്നാണ് ഹാദിയയുടെ ഫുൾ ഫോം. അല്ലാതെ കറന്റ് ഇഷ്യൂലുള്ള ഹാദിയല്ല. ആ ഹുദവികളുടെ സംഘടനയായ ഹാദിയ 100 ചില്ലാനം മദ്രസകള് ഇന്ന് കേരളത്തിന്റെ പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉസ്താദുമാരെ വെച്ചത് അവരാണ്, ശമ്പളം കൊടുക്കുന്നത് അവരാണ്, കുട്ടികളെ സംഘടിപ്പിക്കുന്നത് അവരാണ്, ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവൻ ഉറുദു ഭാഷയിൽ പ്രിന്റ് ചെയ്യുന്നത് ദാറുൽ ഹുദയിൽ നിന്നാണ്. ഒരുപാട് ധർമ്മം ചെയ്യണ്ട്. നമ്മൾ ഈ തെരുവിൽ തല്ലുന്ന ഈ സമയം കൂടി നമുക്ക് ദഅവത്തിന് സ്പേസ് ഉണ്ട് എന്നുള്ള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ദാറുൽ ഹുദക്ക് സാധ്യമായിട്ടുണ്ട്. ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് എന്റെ മഹല്ല്, ഞാൻ ഖത്തീബായി ജോലി ചെയ്യുന്ന എന്റെ വളാഞ്ചേരി ടൗൺ ജുമാ മസ്ജിദ് മഹല്ലാണ്, ഒരു ആഴ്ച ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാണ്, ആന്ധ്രയിലേക്ക് ഇവിടുന്ന് വണ്ടി പോകുന്നുണ്ട്, നമുക്ക് അവിടെ ഒരു ഗ്രാമം സന്ദർശിക്കണം, താമസ സൗകര്യം ദാറുൽ ഹുദന്റെ ഓഫ് ക്യാമ്പസിൽ അവിടെ റെഡിയാണ്, പോരാൻ താല്പര്യമുള്ളവർ പേര് തരണം. അന്ന് മഗ്രിബിന് 50 ആള് ഫുള്ളായി. അന്ന് മഗ്രിബിന് അതിൽ എല്ലാവരും ഉണ്ട്. എക്സ് പ്രവാസിയുണ്ട്, നിലവിൽ പ്രവാസിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, കൂലി തൊഴിലാളികളുണ്ട്. നല്ലൊരു AC ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ട് ഞാൻ ആന്ധ്രയിലേക്ക് ഒരു ടീമിനാണ്ട് കൊണ്ടുപോയി. ദാറുൽ ഹുദയുടെ ഈ സ്ഥാപനത്തിന്റെ അവിടുന്ന് 25 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള മുസ്ലിം പൂരി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത നമ്മുടെ മക്കൾ അധിവസിക്കുന്ന ഗ്രാമം. ഇങ്ങനെ ഷീറ്റിട്ട് മറച്ച ഒരു മദ്രസയുടെ ഉള്ളില് വസ്ത്രം പൂർണ്ണമായി പോലും ധരിക്കാനില്ലാതെ ഇറ എഴുതി പഠിക്കുന്ന മക്കള്, അദബ് ഇബ്നു എഴുതി പഠിക്കുന്ന മക്കള്. കണ്ണ് നിറഞ്ഞുപോയി. ഈ ചെറുപ്പക്കാരിൽ ഒരുപാട് ആൾക്കാർ ഈ രംഗം കണ്ടിട്ട് കരയുന്നത് ആരും കാണണ്ട എന്ന് കണ്ട് ഇവരെല്ലാം പുറത്തു പോയിട്ട് പല ആൾക്കാരും കർച്ചീഫ് എടുത്തിട്ട് കണ്ണ് തുറക്കുന്നു. ആ ചെറുപ്പക്കാർ അവിടുന്ന് തീരുമാനിച്ചു, ഈ ഗ്രാമം നമ്മൾ ദത്തെടുക്കണം. എന്റെ മഹല്ലിലെ 50ഓളം വരുന്ന മുസ്ലിം ചെറുപ്പക്കാര് ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്ലിം പൂരി എന്ന് പറയുന്ന ഗ്രാമം ദത്തെടുത്തു. 40 കുട്ടികൾക്ക് ശരിക്കിരുന്ന് പഠിക്കാൻ സൗകര്യമില്ലാതിരുന്ന മദ്രസയിൽ നിന്ന് 250 മക്കൾ പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും ഡ്രസ്സ് കൊടുത്തു, എല്ലാ കുട്ടികൾക്കും കിതാബ് കൊടുത്തു. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് പറയാൻ, നമ്മളൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോഴാണ് റബ്ബ് തന്ന നിഅമത്തിന് നമ്മളൊക്കെ തിരിച്ചറിയുള്ളൂ. ആസാമിൽ പോയപ്പോഴുള്ള കഥ നിങ്ങൾക്കറിയോ? ഒരുപാട് സ്ത്രീകൾ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. നിസ്കാരം എത്ര വക്താന്നറിയില്ല, ഓരോ വക്ത നിസ്കാരം എത്ര റക്കാത്താണെന്നറിയില്ല. എന്നിട്ടോ ചോരപ്പൈതല് പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ മരിച്ചുപോയ ചോരപ്പൈതലിനെ വെള്ളശീലയിൽ പഞ്ഞിക്കെട്ടിന്റെ ഇടയിൽ പൊതിഞ്ഞ് 2 അറ്റങ്ങളിലും കെട്ടുകെട്ടിയിട്ട് ബ്രഹ്മപുത്ര നദിയിലേക്ക് ഒഴുക്കിവിട്ട മുസ്ലിം ഉമ്മമാരുണ്ട് ആസാമില്. നിങ്ങൾക്കറിയോ എന്തിനാന്ന് ചോദിച്ചു? എന്റെ കുഞ്ഞിന്റെ നിത്യശാന്തിക്ക് വേണ്ടി 10 മാസം മാത്രം പ്രായമായ ചോരപ്പൈതലും ശ്വാസം മുട്ട് വന്നിട്ട് പ്രോട്ടീൻസിന്റെ കുറവ് വന്നിട്ട് മരിച്ചുപോയപ്പോ ഉമ്മയോട് ഏതോ ആള് പറഞ്ഞത്, ആ കുഞ്ഞിന്റെ നിത്യശാന്തിക്ക് നിങ്ങൾ ബ്രഹ്മപുത്ര നദിയിൽ കുഞ്ഞിനെ ഒഴുക്കണം. ശീലയിൽ കെട്ടി മുസ്ലിം ഉമ്മ കുഞ്ഞിനെ കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കി. നമ്മളെ ദഅവത്ത് പൂർത്തിയായിട്ടുണ്ടോ? ഞാൻ ചോദിക്കുക നിങ്ങളോട്, എന്റെ മലപ്പുറം ഭാഷയിൽ ഞാൻ ചോദിക്കുകയാണ്. ഇല്ല, നമ്മളെ ദഅവത്ത് ഓടിയെത്തിയിട്ടില്ല. ഒന്നുമില്ല, ഒരു ട്രെയിൻ, ദീർഘദൂര ട്രെയിൻ പിടിച്ചാൽ മതി. കേരളത്തിന്റെ അതിർത്തി വിടാൻ വലിയ പണിയൊന്നുമില്ല. ഇവിടെ ഒന്ന് പോകണം, ചട്ടം കെട്ടി നമ്മൾ പോകണം. നിങ്ങളെ പ്രവർത്തകന്മാര് അങ്ങനെ ഒന്ന് കുറച്ചാൾക്കാർ 10-20 ആൾക്കാർ മതി ഒന്ന് വിസിറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളെ നേതാക്കന്മാരും ഭാരവാഹികളും ഒക്കെ ഉണ്ട്. ഇവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി, അവരെന്നായിട്ട് ബന്ധപ്പെടും.
കിണറില്ലാത്ത സ്ഥലത്ത് കിണറെടുത്ത് കൊടുക്കണം, മദ്രസ ഇല്ലാത്ത സ്ഥലത്ത് മദ്രസ എടുത്ത് കൊടുക്കണം, വസ്ത്രമില്ലാത്ത കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കണം. നമ്മൾ ഇശാമാരിബിന്റെ ഇടയിൽ ഇവിടുന്ന് ഇറങ്ങുമ്പോ നമ്മളെ ഭാര്യന്റെ ഫോൺ എടുത്തിട്ട് നമ്മളെ മക്കള് നമ്മളെ വിളിക്കാണ്, ഉപ്പാ വാപ്പച്ചി വരുമ്പോഴേ ബ്രോസ്റ്റ് കൊണ്ടുവരണം. ആന്ധ്രയിലെ കുഞ്ഞുമോൻ നമ്മുടെ ഇങ്ങളെയൊക്കെ അനുജൻ വാപ്പാന്റെ ഉമ്മാന്റെ ഫോൺ എടുത്തിട്ട് വാപ്പാന്റെ ഫോണിലേക്ക് വിളിക്കാൻ, ബിസ്ക്കറ്റ് കൊണ്ടുവരണം, എന്നിട്ട് വേണം പച്ചവെള്ളത്തിൽ ആ ബിസ്ക്കറ്റ് മുക്കി തിന്നിട്ട് അന്തിപ്പട്ടിണി മാറ്റിയിട്ട് മാതാവിന്റെ മാറിടത്തിൽ ചുരുണ്ടുകൂടി ഉറങ്ങാൻ. നമ്മളെ കുട്ടികൾക്ക് ആ സൗകര്യത്തിന്റെ കുറവറിയോ? ഇല്ല. 1-5 മിനിറ്റ് കറണ്ട് പോയാൽ അസ്വസ്ഥത, നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പ്രാക്ക്, ദേഷ്യം, ഈർഷ്യ എന്തൊക്കെ വന്നോ നമ്മളെ ഇടയിൽ നിന്ന്. കരണ്ട് കെണി കാണാൻ പോലും പറ്റാത്ത ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അതുകൊണ്ട് ദൗത്യം പൂർത്തിയായിട്ടില്ല. അള്ളാഹു നല്ല ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്ത് നമ്മളെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. നാളെ പ്രിയപ്പെട്ട നവാസ് മന്നാനി അവർകളാണ് ഇവിടെ പ്രഭാഷണം നടത്തുന്നത്. എല്ലാവരും നേരത്തെ തന്നെ എത്തി നമ്മളെ പരിപാടി വൻ വിജയമാക്കണമെന്ന് നിങ്ങൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വന്തം കുടുംബത്തിനെ ഒരു സഹോദരന്റെ ഭാര്യ ഗർഭിണി 5 മാസമായപ്പോൾ കൊച്ചു മരണപ്പെട്ടു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ ആ കുഞ്ഞിനെ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ഗർഭിണിയായ 5 മാസമായപ്പോൾ കൊച്ചു മരണപ്പെട്ടു. ആ സഹോദരിക്ക് യാതൊരു ബുദ്ധിമുട്ടും കുഴപ്പം ഉണ്ടാക്കല്ലേ തമ്പുരാനെ. ആ കുഞ്ഞ് സ്വർഗത്തിലേക്ക് വഴികാട്ടുന്ന കുഞ്ഞാക്കി മാറ്റണേ തമ്പുരാനെ. ദീനി സദസ്സിന് വരുന്നവരും നെഞ്ഞുവേദന കാരണം ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ആ ഉമ്മാക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. ഈ പരിശുദ്ധ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ശിഫ കൊടുക്കണേ തമ്പുരാനെ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോന് പഠനത്തിൽ വലിയ താല്പര്യം കാണുന്നില്ല. അവന് പഠിക്കാൻ നല്ല മനസ്സ് തോന്നിക്കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ ആ കുട്ടിക്ക് ഹുളൂറുൽ ഖൽബ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആലസ്യമോ പൈശാചികമായ ദുർബന്ധങ്ങളോ ആ കുട്ടിയുടെ മുമ്പിലുണ്ടെങ്കിൽ ഈ പരിശുദ്ധ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അതൊക്കെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുടുംബത്തിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഉംറക്ക് പോകാൻ ഒരുങ്ങുന്ന ആളുടെ ഉംറ ശരിയാവുമോ ഇല്ലയോ എന്ന്. ഉംറ എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വലിയൊരു കടമയാണ്. ഉംറയിൽ ഹക്കടപാടുകൾ മുഴുവൻ വീട്ടും വേണം. നമ്മളെ ഹക്കടപാടിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഗൗരവമായിട്ട് കാണുന്നത് അള്ളാഹുവായിട്ടുള്ള ഇടപാടല്ല, മഖ്ലൂക്കായിട്ടുള്ള ഇടപാടാണ്. അള്ളാഹുവായിട്ടുള്ള ഇടപാട് അല്ലാഹുമ്മ ഉഫ്ർലി ദുനൂബി എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഖാലിഖുമായിട്ടുള്ള ഇടപാട്, പക്ഷേ മഖ്ലൂഖുമായുള്ള ഇടപാട് നമുക്ക് ലോക്യക്കേട് ആരോടാണ് അവരടുത്ത് പോയിട്ട് പൊരുത്തപ്പെടിക്കന്നെ വേണം. നേരിട്ട് പോയി പറയാൻ സാധിക്കുന്നത് മുഴുവൻ നേരിട്ട് പറഞ്ഞിട്ട് പരിഹരിക്കന്നെ വേണം. കാരണം ആ ബാധ്യതകൾ പരിഹരിച്ചിട്ട് അള്ളാഹനെ കാണാൻ പോകുമ്പോഴാണ് ആ ഉംറക്ക് പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. അള്ളാഹു നല്ല ബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ.